വെള്ളം ചൂടാക്കാൻ എത്ര വിറക് വേണം അദ്ദേഹം നേരിട്ട് കണ്ടു. പിന്നീട് അദ്ദേഹം ദിവസം കണക്ക് കൂട്ടി. മൊത്തം അയാള് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്റെ വൃദ്ധൻ വെള്ളം ചൂടാക്കിയതിന്റെ ഏകദേശ കണക്കെടുത്തു. എന്നിട്ട് അത്ര വിറക് ബൈത്തുൽ മാലിൽ അടച്ചതിന്റെ ശേഷമാണ് അദ്ദേഹത്തിന് സമാധാനമായത്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഒരു യതീംഖാനയിൽ ഖുർആൻ ക്ലാസ്സിന് ചെന്നപ്പോ എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് കട്ടൻ ചായ ആവശ്യമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, കുറച്ച് ചായ വേണം, പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കരുത്. യതീംകുട്ടികൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കൊണ്ടുവന്നതുണ്ടാവും. അവർക്ക് വേണ്ടി ആളുകൾ കൊണ്ടുവന്ന ഒരു ചാക്ക് പഞ്ചസാര കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി ചായപ്പൊടി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അത് നമുക്ക് അനുവദനീയാവില്ല. നമുക്ക് സൗകര്യം പെട്ടെന്ന് ക്യാൻറ്റീനിൽ പോയി ചായ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഗൗരവം നമ്മൾ ആലോചിക്കില്ല. അപ്പൊ നമുക്കത് ഹറാമാവും. പിന്നെ നമ്മൾ അതിന്റെ ശേഷം ഖുർആൻ ക്ലാസിന്റെ ശേഷം ദുആയിരുന്നാൽ ആ ദുആക്ക് ഉത്തരം കിട്ടൂല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ എടുക്കരുത് എന്ന് പറയുമ്പോൾ അവർക്കത് അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ അത്ര പ്രശ്നം ഉണ്ടാവുമെന്നല്ല, അത് പ്രശ്നമല്ലേ? അപ്പൊ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതാണ്. വേറെ ഒരു സ്ഥാപനത്തിലേക്ക് ഖുർആൻ ക്ലാസ്സിന് ചെന്നപ്പോ രാത്രി അത് കഴിഞ്ഞതിന്റെ ശേഷം അവിടെ ഭക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ അവരോട് പറഞ്ഞതിന് വകുപ്പുണ്ടത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവിടെ വരുന്ന ഗസ്റ്റുകൾക്കും പറ്റുമെന്നുള്ള ഡിമാൻഡോടുകൂടെ ഇതിലേക്ക് നൽകുന്നവരുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളത് ഒഴിവാക്കി ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി. കാരണം നമുക്കത് അനുവദനീയവിടെ പലതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സത്യത്തിൽ അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും. ഇവിടെ നോക്കൂ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു ആ സൂക്ഷ്മത അങ്ങനെ ചരിത്രത്തിൽ അനവധി ഉദാഹരണങ്ങൾ കാണാം. ഏതൊരുത്തന്റെ മേലും ഒരു നിരീക്ഷകൻ ഇല്ലാതിരുന്നിട്ടില്ല. അല്ലാഹു പറയാണ്, ഏതൊരുത്തന്റെ മേലും ഒരു നിരീക്ഷകൻ ഇല്ലാതിരുന്നിട്ടില്ല. എല്ലാവരുടെ മേലിലും നിരീക്ഷകന്മാരുണ്ട്. അവർ കാര്യങ്ങൾ ശരിക്കും നിരീക്ഷിക്കുന്നുണ്ട്. ഈ ബോധം മനുഷ്യന് എപ്പോഴും വേണം. എന്ന് അവന്റെ പരലോകം രക്ഷപ്പെടും. അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുന്നൊരു അവസ്ഥ അപ്പോഴും ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ നിരീക്ഷിക്കാൻ ഒരുപാട് ആളുകൾ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാനുണ്ടെങ്കിൽ, അവരുടെ സാന്നിധ്യം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. അവരുടെ നേര് കാണുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കും. എന്നാൽ അവരൊക്കെ കണ്ണുവെട്ടിക്കാൻ തന്നെ അവർ സാധിക്കും. അള്ളാഹുവിന്റെ നിരീക്ഷകന്മാരെ അല്ലെങ്കിൽ അള്ളാഹുവാകുന്ന ആ നിരീക്ഷകന്റെ കണ്ണുവെട്ടിക്കാൻ, അതിൽ നിന്ന് കുതറി മാറാൻ ആർക്കും സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് വളരെയധികം സൂക്ഷ്മതയാണ്, വളരെയധികം തഖ്വയാണ് വേണ്ടത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സൂക്ഷ്മത അത് വേണം എന്നതിനേക്ക് എന്തിനാണിത്? നാളെ പരലോകത്ത് എല്ലാം കണക്ക് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ ചിലർക്ക് സംശയം, അങ്ങനെ ഇപ്പൊ നമ്മൾ മരിച്ചു പോയതിന്റെ ശേഷം രണ്ടാമത് വീണ്ടും നമ്മളെ മടക്കി പടക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ലേ എന്നാണ് ചിലർ പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം അല്ലാഹു തആല തുടർന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിലേക്ക് മടക്കി പടക്കാൻ കഴിയുന്നില്ലെന്ന് അള്ളാഹു രേഖ പറയാം. يخرج من بين الصلب والترائب إنه على رجعه لقادر. അല്ലാഹു തആല പറയുന്നു, فلينظر الإنسان مما خلق. എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് മനുഷ്യർ ചിന്തിക്കട്ടെ. മനുഷ്യൻ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ചിന്തിക്കട്ടെ. അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? തെറിച്ചു വരുന്ന വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചവനാണവൻ. തെറിച്ചു വരുന്ന ജലഗണത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണവൻ.
യഖ്റുജു മിൻ ബൈനി സ്സുൽബി വത്തറായിബ്, നെഞ്ചലിന്റെയും മുതുകിന്റെയും ഇടയിൽ നിന്ന് വരുന്ന, മുതുകിന്റെയും നെഞ്ചലിന്റെയും ഇടയിൽ നിന്ന് വരുന്ന തെറിച്ചു വരുന്ന ജലഗണങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വിവരത്തെപ്പറ്റി അവൻ ചിന്തിക്കട്ടെ. അങ്ങനെയുള്ള അള്ളാഹുവിനെ ഇങ്ങനെ സൃഷ്ടിച്ച അള്ളാഹു ഇന്നഹു അലാ റജുലിഹി ലഖാദിർ, തീർച്ചയായിട്ടും അള്ളാഹു മടക്കിപ്പടക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. അള്ളാഹ്ക്ക് മടക്കിപ്പടക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ നല്ലോണം ചിന്തിക്കുന്നതിന് വേണ്ടി അള്ളാഹു വലിയ സന്ദേശത്ത് തരാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വേഗം മനസ്സിലാവും, കാരണം പഠിക്കാൻ സൗകര്യങ്ങൾ കൂടുതലാണ്. അള്ളാഹു പറയുന്നത് നെഞ്ചലിന്റെയും മുതുകിന്റെയും ഇടയിൽ നിന്ന് വരുന്ന തെറിച്ചു വരുന്ന വെള്ളത്തിന്റെ ആ ജലഗണങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനല്ലേ മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യനെ രണ്ടാമത് പറക്കാൻ അള്ളാഹ്ക്ക് എന്താ പണി? ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹു പറയുന്നത് തെറിച്ചു വരുന്ന വെള്ളം എന്നാണ്. അതായത് ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് സ്രവിപ്പിക്കുന്ന ഏതാനും വെള്ളത്തുള്ളികളെ പറ്റിയാണ് ആ ചർച്ച. ഒരു 3 മില്ലി ലിറ്റർ മുതൽ 5 മില്ലി ലിറ്റർ വരെയാണ് ശരാശരി ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് സ്രവിപ്പിക്കുന്ന ആ വെള്ളത്തുള്ളിയുടെ അളവ് അത്രയാണ്. അതിൽ ഇന്നിപ്പോ മെഡിക്കൽ സയൻസ് പറയുന്നത് അതിൽ 1 മില്ലി ലിറ്ററിൽ 20 മുതൽ 40 വരെ കോടി ബീജങ്ങളുണ്ട് എന്ന്. 1 മില്ലി ലിറ്ററിൽ 40 കോടി ബീജം എന്ന് പറയുമ്പോൾ 5 മില്ലി ലിറ്റർ ഒരു പുരുഷൻ തന്റെ സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് സ്രവിപ്പിക്കുമ്പോൾ അതിൽ 200 കോടി ബീജങ്ങളുണ്ട് എന്ന്. അതിൽ ഒരു കുട്ടി ജനിക്കാൻ ഒരു ബീജം മതിയല്ലോ. ഇനി നമ്മളൊന്ന് പരിശോധിച്ച ഈ ആയത്തിന്റെ വ്യാപ്തി. നെഞ്ചലിന്റെയും മുതുകിന്റെയും ഇടയിൽ നിന്ന് വരുന്ന തെറിച്ചു വരുന്ന ജലഗണത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനല്ലേ മനുഷ്യൻ. അങ്ങനെ സൃഷ്ടിച്ചെടുത്ത അള്ളാഹ്ക്ക് രണ്ടാമത് ഇവരെ മടക്കിപ്പെടുക്കാൻ എന്ത് പ്രയാസമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പല ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. 200 കോടി ബീജങ്ങളെ ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് സ്രവിപ്പിക്കുമ്പോൾ അതിലൊരു കുട്ടി ജനിക്കാൻ ഒരു ബീജം എന്ന് പറയുമ്പോൾ അതിന് ജീവനുണ്ട്, അതിന് തലയുണ്ട്, അതിന് കഴുത്തുണ്ട്, അതിന് ഉടലുണ്ട്, അതിന് വാലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം ആ ബീജത്തിന് അതിന്റെ തലയാണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതിന്റെ തലയാണ്. മാത്രമല്ല ആ ബീജത്തിന്റെ 200 കോടി ബീജങ്ങളിൽ ഓരോ ബീജത്തിന്റെയും തലയിൽ പ്രത്യേകമായ ഒരു കവചമുണ്ട് എന്ന്. നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത് പോലെ ഒരു പ്രത്യേക കവചമുണ്ട്. അണ്ടത്തിന്റെ മറ അത് പൊളിക്കാൻ, സ്ത്രീയിൽ നിന്ന് അണ്ടത്തിന്റെ മറ അത്ഭുതകരമായ രൂപത്തിലാണ് സഹോദരൻ. 200 കോടി ബീജങ്ങൾ അതിശീഘ്രം സഞ്ചരിക്കാണ് അണ്ടത്തിലേക്ക്. ആവശ്യമായത് സ്വീകരിച്ച് ബാക്കി പുറന്തള്ളപ്പെടും. എത്രമാത്രമല്ല അത്ഭുതമാണത്. ഒരു കുട്ടിയുടെ, ഒരു മനുഷ്യന്റെ ജനനം, അതിനെ പ്രകൃതി അള്ളാഹു നിശ്ചയിച്ച തർത്തീബുകളുണ്ട്. അത് മഹാ അത്ഭുതമായി നിലനിൽക്കും. വലിയ അത്ഭുതമാണ്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട നമ്മൾ. എന്നാൽ അള്ളാഹുവിലേക്ക് ഒരു കുട്ടിയെ ജനിപ്പിക്കേണ്ട ഒരു ബീജത്തിന്റെ ആവശ്യമില്ല. അതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ബീജം ആവശ്യമില്ലാതെ. എന്നാൽ ബീജമോ അണ്ടമോ ആവശ്യമില്ല. അതാണ് ആദം നബി അലൈഹി സ്വലാം പൂർണ്ണമായിട്ടും ഇല്ലായ്മയിൽ എന്ന് പഠിച്ചതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കുൻ എന്ന് പറയുന്ന ഒരു ബട്ടനാണ്, ഫയകൂൻ, അത് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിൽ, അത്ഭുതകരമായ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിക്ക് രണ്ടാമത് മനുഷ്യനെ ഒരു പണിയുള്ള കാര്യമല്ല. ഖുർആനിൽ അല്ലാഹു അനവധി സ്ഥലങ്ങളിൽ ഈ സമ്മതമായിട്ട് പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇനി ഇങ്ങനെയുള്ള ആ തെറിപ്പിക്കപ്പെടുന്ന ജലഗണത്തിൽ നിന്ന്, ബീജഗണത്തിൽ നിന്ന് ഒരു കുട്ടിയെ ഉണ്ടാക്കുന്ന അള്ളാഹു ആ കുട്ടിക്ക് വളരാൻ ആവശ്യമായത് മുഴുവനും ആ സ്ത്രീയുടെ ഗർഭാശയത്തിൽ നൽകണം. 7 സെന്റിമീറ്റർ മാത്രം വ്യാപ്തിയുള്ള ഒരു പെണ്ണിന്റെ ഗർഭപാത്രം ഗർഭധാരണം യാഥാർത്ഥ്യമാകുമ്പോൾ അത് 30 സെന്റിമീറ്ററായിട്ട് അത് വിശാലമാവുക. മാത്രമല്ല ഒരു ചെറിയ സ്പൂണിൽ കൊള്ളുന്നത് മാത്രം ആദ്യം കൊണ്ടിരുന്നത് ഏകദേശം 5 ലിറ്റർ കൊള്ളുന്ന അവസ്ഥയിലേക്ക് അള്ളാഹു വലുതാക്കുക.
ഗർഭധാരണത്തിന്റെ മുമ്പ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം പുറത്തെടുത്താൽ, ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത് കണ്ടാൽ അതിലങ്ങനെ ഒരു കുട്ടി ജനിക്കുമെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിന്റെ അപാരമായ കുദറത്താണ്. ഒരു കുട്ടിയുടെ ജനനത്തിന് അത്യന്താപേക്ഷിതമായ മറുപ്പിള്ള എന്ന് പറയുന്ന ആ സംവിധാനം ഇന്ന് ശാസ്ത്രലോകം അതിന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. അത്ഭുതകരമായ ഒരവസ്ഥ. വേണ്ടത് മുഴുവൻ അള്ളാഹു കൊടുക്കുക. ഖറാറും മക്കീം എന്നാണ് ഗർഭപാത്രത്തിന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത്. ഖറാറും മക്കീം, സുരക്ഷിതമായ ഒരു കേന്ദ്രമെന്ന്. സുരക്ഷിതമായ കേന്ദ്രം. 4 മാസമാകുമ്പോഴേക്കും കുട്ടിക്ക് ജീവൻ വെച്ചു. പിന്നെ അതിന്റെ ശേഷം കുട്ടി വളർച്ചയെടുക്കാം. ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായത് മുഴുവനും അല്ലാഹു തആല ആ ഗർഭപാത്രത്തിൽ കൊടുത്തു. പ്രകൃതി നിശ്ചയിച്ചതാ. ഇന്നത്തെ അവസ്ഥയിൽ എന്താ അറിയോ? ഒരു പെണ്ണ് ഗർഭിണിയായാൽ ബേജാറായി. അത് രോഗമായിട്ടാണ് കാണുന്നത്. ഒരു പെണ്ണ് ഗർഭിണിയായാൽ അത് രോഗമായിട്ട് കാണുന്നു. ഉടനെ ഡോക്ടർ എടുത്തു പോകും. ഇനി ആ ഡോക്ടർ എഴുതുന്ന മരുന്ന് മുഴുവനും കുടിക്കും. കുടിച്ചിട്ട് രോഗമാവും. ചക്ക കൂട്ടാൻ കൂട്ടും പോലെ കൂട്ടും മരുന്ന്. അസുഖമുണ്ടെങ്കിൽ നമ്മൾ പോകണം. അത് പ്രകൃതിയിൽ അല്ലാഹു തീരുമാനിച്ച സഹോദരനാണ്. ആരെങ്കിലൊക്കെ നമ്മൾ ബേജാറാക്കും പറഞ്ഞിട്ട് അത് കച്ചവടമാണ്. ഹോസ്പിറ്റലിലെ കണ്ടില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മരുന്ന് പോകും, നമ്മളതിന് ബില്ലടക്കും. ഒരു ഹലാക്കിന്റെ കേസ് നിറച്ച് മരുന്ന് പോകണുണ്ടാക്കരുത്, രോഗിക്ക് ഇതൊക്കെ കൂടി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വളരെ അല്പം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നാണ് പലരിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അത് നേരെ ഫാർമസിയിലേക്ക് മറ്റൊരു വഴിയിലൂടെ വീണ്ടും വരുന്നു. ഇതൊന്നും മനുഷ്യരെ നന്നാക്കാനല്ല ശരിക്കും. ഈമാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതും പ്രശ്നം. ഇനി ഞാനൊരു സഹോദരൻ എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. 80% ബ്ലോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ജസ്റ്റ് ഇയാളുടെ കുടുംബത്തിൽപ്പെട്ടൊരു ഡോക്ടറെ വിളിച്ചു. മൂപ്പരൊരു ഹോസ്പിറ്റലിൽ നടത്തുന്ന ആളാണ്. മൂപ്പർ ഉടനെ തന്നെ അതിന്റെ അതൊക്കെ രേഖ കൊണ്ടുവരാൻ പറഞ്ഞു. ആള് പറഞ്ഞു ഇപ്പൊ പോണ്ടാറുണ്ട്. അത് സാധാരണ അങ്ങനെ തന്നെയാണ് പറയാ. 20% ഉണ്ടെങ്കിൽ 80 എന്ന് പറയും. ഇപ്പൊ തൽക്കാലങ്ങളിൽ പോകണ്ട. അപ്പൊ ഹോസ്പിറ്റലിൽ നടക്കുന്നൊരു ഡോക്ടറാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. സാധാരണ അങ്ങനെ പറയുന്നതാണ്. ജിപ്പതിന് പോകണ്ട. നിങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ എല്ലാരും അങ്ങനെ കാണണ്ട. എന്നാലും മൊത്തത്തിലുള്ള തട്ടിപ്പാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും തീരെ, ഡോക്ടർക്കും എഞ്ചിനീയർക്കും എല്ലാവർക്കും വേണ്ടത്, ഏത് ഫീൽഡിലുള്ള ആളുകൾക്കും വേണ്ടത് തത്വമാണ്. അതില്ലെങ്കിൽ പോയി പച്ചപ്പണത്തിലൂടെ പോയിട്ട് എന്തും മനുഷ്യന്മാര് ചെയ്യും. പക്ഷെ അവസാനം തന്നെ ആ പണം കൊണ്ട് കൊടുക്കും. അത് ശരിക്കും പോകില്ല. ഒരു ഡോക്ടർ ഞാനും അങ്ങനെ വഞ്ചന കാണിച്ച് ശസ്ത്രക്രിയ സിസേറിയൻ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് ചെയ്യിച്ചോ ആശുപത്രിയുടെ നിലനിൽപ്പിന്? ആ ആശുപത്രിയുടെ ഉടമ അത് അനുഭവിച്ചേ മരിക്കും. ആ കാര്യം ഉറപ്പാണ്. അയാളത് അനുഭവിക്കും. അയാൾ ഖേദിക്കും. വേണ്ടില്ലായിരുന്നു ആ കീറിപ്പൊളിക്കൽ. അതിന് ഡോക്ടർമാർക്ക് ആജ്ഞ കൊടുക്കും. ആരും ഖേദിക്കും. അത്തരം കാര്യങ്ങൾ ജനങ്ങളെ പ്രയാസപ്പെടുത്തിയത്, ബുദ്ധിമുട്ടാക്കിയത് അവസാനം അത് അനുഭവിക്കും. അന്ന് എത്ര ലാഭം കിട്ടി അതിന്റെ 10 മടങ്ങ് ഇരട്ടി അവസാനം എന്ത് ചെയ്യും? ഇവിടുന്ന് പോകും. അത് ശാരീരികമായ പ്രയാസം കൊടുക്കും. അനുഭവ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന ഭയങ്കര പ്രശ്നമല്ലോ. അത് ഇവിടുന്ന് തന്നെ അനുഭവിക്കുന്നുള്ളതാണ്. അളക്കത്തിനും തൂക്കത്തിനും കൃത്രിമം കാണിക്കൽ അത് പാടില്ല. അവർക്കും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. ഞാൻ പറഞ്ഞു വരുന്ന സഹോദര, ഒരു പെണ്ണ് ഗർഭിണിയാകുക എന്നുള്ളത് രോഗമല്ല, വലിയൊരു അനുഗ്രഹമാണ്. ആ പെണ്ണ് ആരോഗ്യവതിയാണെന്ന് അറിയിക്കണം. മാത്രമല്ല, ഇപ്പൊ ഒരു പെണ്ണ് മെൻസസ് ഉള്ള പെണ്ണാകല് അത് പ്രശ്ന അല്ല. മെൻസസ് വേളയിൽ ഒരു പെണ്ണിന് ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാവും. അതേസമയത്ത് മെൻസസ് ഉള്ള അവസ്ഥ ഒരു പെണ്ണിന് വരിക എന്ന് പറയുന്നത് ആ പെണ്ണ് ആരോഗ്യവതിയാണ് എന്നതിന്റെ അടയാളമാണ്. അതില്ലെങ്കിലാണ് പ്രയാസം. അപ്പൊ പ്രകൃതിയിൽ അല്ലാഹു ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ പ്രസവങ്ങളൊക്കെ ആശുപത്രിയിലാണ്. ഒരു പെണ്ണിന് പെണ്ണ് വീട്ടിൽ പ്രസവിച്ചാൽ അത്ഭുതമായിരിക്കും ആളുകൾ. മൃഗശാലയിലേക്ക് വരുന്നത് പോലെ ആളുകൾ വരും. ആരോഗ്യവകുപ്പും വരും. ചിലപ്പോൾ ആരോഗ്യവകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അറിയാത്തത് കൊണ്ടല്ല പണ്ടൊക്കെ പ്രസവം നടന്നിട്ടുണ്ട്. കാരണം ഇവരിപ്പോ ഉള്ളതും ഇവരൊക്കെ വല്യാപ്പാര് പണ്ട് വല്യന്മാര് പണ്ട് പ്രസവിച്ചതുകൊണ്ടാണ്. അന്നും ഇന്നത്തെ പോലെ ആശുപത്രിയില്ല. പിന്നെ രോഗം ഉണ്ടാവുമ്പോൾ നമ്മൾ പോകണമെങ്കിൽ സംശയമില്ല.
പിന്നെ പല ആളുകളും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ബുദ്ധിമുട്ടാവും. പണ്ടൊക്കെ പ്രസവം എടുക്കാൻ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. നേഴ്സുമാർ കൈയടക്കിയുണ്ട്, ആശുപത്രി ആയതുകൊണ്ടില്ല. കല്യാണ ഓഡിറ്റോറിയത്തിലും പ്രസവം ആശുപത്രിയിലും അങ്ങനെ ഒരു നിർബന്ധമായി വന്നപ്പോ കല്യാണം ഇപ്പൊ അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ആയിട്ടില്ല. മുറ്റവും സ്ഥലമൊക്കെ ഉള്ളവര് അവർ വീട്ടിൽ തന്നെയാണ്. പക്ഷെ ഹോസ്പിറ്റലിലാണ് പ്രസവം മുഴുവൻ. എനിക്ക് ചിലപ്പോൾ തോന്നുന്നു നമ്മളെ ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ മാത്രം ഒരു ഹോസ്പിറ്റലിന് ആവശ്യമാണ്. ഒരു മുസ്ലിം സ്ത്രീകൾ മാത്രം നേഴ്സുമാർ. അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കാനല്ല, ആ പ്രസവിച്ച ഉടനെ ബാങ്കുകൾ വലതുകാതിൽ ബാങ്കും ഇടതുകാതിൽ ഇഖാമത്തും വരണം. ഭാവിയിലുള്ള കുട്ടിയുടെ അവസാനം ആദ്യം കേട്ടതും രണ്ടാമത് കേട്ടതും ബാങ്കും ഇഖാമത്തുമാണ്. അത് രണ്ടും അവസാനിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലാകണം കുട്ടിയുടെ അന്ത്യം. ആദ്യം അത് കേൾപ്പിക്കണം, അപ്പോഴാണ് ബർക്കത്ത്. നമ്മളെ ആളുകൾ വേണ്ട, എന്നാലല്ലേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. ആശുപത്രി പോകേണ്ടോണ്ട് കുഴപ്പമൊന്നുമില്ല, നിലപാട് ശരിയാക്കിയാൽ മതി എന്നല്ല, നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. ഗർഭിണിയായി എന്നുള്ളൊരു പ്രശ്നമില്ല. അപ്പൊ നോക്കൂ, ഒരു ഗർഭധാരണത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഒരു ടീസ്പൂൺ മാത്രം കൊള്ളുന്ന ഗർഭപാത്രത്തിലാണ് പിന്നെ 5 ലിറ്റർ കൊള്ളുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കുന്നത്. ഇത് മഹാ അത്ഭുതമാണ്. അങ്ങനെ ഇന്ന് ഒരു ശരീരത്തിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു നൽകിയ സംവിധാനങ്ങളെ അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യന്മാർ കണ്ടുപിടിക്കണം. ഒരു പ്രായപൂർത്തിയായ ഒരാള് ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 60 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്നാണ് ഇന്ന് വൈദ്യശാസ്ത്രം പറയുന്നത്. 15 വയസ്സ് ആയി പ്രായപൂർത്തിയായാൽ പിന്നെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം 60 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്ന്. അതിലാണ് മനുഷ്യൻ ജീവിച്ചു പോയത്. അപ്പൊ മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളൊക്കെ നമ്മൾ കാണുന്നത്, നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ ഒരു ഞരമ്പ് തപ്പല്, ആ ഞരമ്പ് മാത്രം കൂട്ടരുത്. അതിസൂക്ഷ്മമായ ഒരുപാട് ഞരമ്പുകളുണ്ട്. അത് ഒന്നിനെ പിറകെ കെട്ടിയിട്ട് ഒന്നായിട്ടാണ് നീട്ടിയിടുന്നെങ്കിലും എത്ര കിലോമീറ്റർ ഉണ്ടാവും. മഹാത്ഭുതമാണ് മനുഷ്യന്റെ ശരീരം. ആരാത് ഇങ്ങനെ സംവിധാനിച്ചത്? ഓരോ അവയവങ്ങളും അതിസങ്കീർണമായ ഒരു മെഷീന് പോലെയാണ്. അതിസങ്കീർണമായ ഒരു മെഷീൻ, ഏറ്റവും വലിയ മെഷീൻ മനുഷ്യന്റെ ശരീരം തന്നെയാണ്. അതിന് എവിടെങ്കിലൊക്കെ ഒരു പ്രശ്നം അള്ളാഹു നൽകുമ്പോഴാണ് നമ്മൾ ആകെ പ്രയാസപ്പെടുക. അള്ളാഹു താല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്ന് മനുഷ്യൻ കൊഴിഞ്ഞു വീഴും, കുഴഞ്ഞു വീഴുക. ഒരു ഞരമ്പിന് പ്രശ്നം സംഭവിച്ചാൽ നമ്മുടെ ബാലൻസ് തെറ്റിപ്പോകും, നിൽക്കാൻ കഴിയണം. ഇതൊക്കെ തന്ന റബ്ബിനെ നമ്മൾ സ്തുതിക്കണം. ഇങ്ങനെയൊക്കെ സംവിധാനിച്ച അള്ളാഹ്ക്ക് ഇപ്പൊ എന്റെ മുമ്പ് ഞാനില്ല, അപ്പൊ എന്നെ അള്ളാഹ്ക്ക് സൃഷ്ടിക്കാൻ ആദ്യം ഒരു പ്ലാൻ ആവശ്യം വന്നിട്ടില്ല. ഇതാണ് കുറച്ചുണ്ട്. നമുക്കങ്ങനല്ല. നമ്മള് മണലും കല്ലും സിമെന്റും ഒക്കെ നിറക്കിയിട്ട് ഒരു വീട് നിർമ്മിക്കല്ല, അതിന് പ്ലാൻ തയ്യാറാക്കണം. അതിന് ഒരുപാട് ചർച്ച നടന്നു, വ്യക്തമായൊരു ധാരണ ഉണ്ട്. അങ്ങനെ നമ്മളൊരു വീട് നിർമ്മിക്കുന്നു. വിപണിയിൽ ചിലതൊക്കെ നമ്മൾ ഇറക്കുമ്പോ, ചിലത് ഇറക്കുമ്പോ അതിനു മുമ്പ് ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ വാഹനങ്ങളൊക്കെ ഇറക്കുമ്പോ ആദ്യം അച്ചില് അതുണ്ടാക്കി നോക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടാകുന്ന കോലങ്ങളാണ്. അങ്ങനെയൊക്കെ ചർച്ച ചെയ്ത് ഇറക്കിയിട്ട് ഒരു കോലം ചിലപ്പോൾ കിട്ടുന്നുമില്ല. ആ റുബിസിന്റെ വേക്കണ്ടില്ല, ഞങ്ങൾ ഒരു ചവിട്ടിയിട്ട് മറിക്കാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വണ്ടി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും അതിന്റെ ബാക്ക് കണ്ടാൽ ചിലപ്പോൾ തുമ്പിട്ടാത്ത മാലം. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. നല്ല മോഡലായി കാണുന്ന ആളുകളുണ്ടാവും, വാങ്ങിക്കോട്ടെ. അപ്പൊ നമ്മുടെ കഥ ഇതാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല, ഒരു മുൻ പ്ലാൻ ആവശ്യമില്ല. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി അള്ളാഹ്ക്ക് രണ്ടാമത് വീണ്ടും മടക്കി പെടുക്കാൻ ഒരു പണിയില്ല. അതിനാണ് അള്ളാഹു ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. അള്ളാഹു പറയുന്നത് എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് മനുഷ്യൻ ചിന്തിക്കട്ടെ. തെറിച്ചു വരുന്ന ജലഗണങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനല്ലോ മനുഷ്യൻ. നെഞ്ചലിന്റെയും നട്ടലിന്റെയും ഇടയിൽ നിന്ന് വരുന്ന, അതും സയൻസ് തെളിയിച്ചു,
നമ്മുടെ ലിവറിനോട് അടുത്ത്, കരളിനോട് അടുത്ത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഈ നുത്ഫത്ത് വരുന്നത് എന്ന്. ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് ഒരു പുരുഷനിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളത്തുള്ളികൾ, അത് വരുന്നതിന്റെ കേന്ദ്രം ഇന്ന് മെഡിക്കൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. 1400 കൊല്ലങ്ങൾ കൊണ്ട് ഖുർആൻ പറഞ്ഞത് ഇത് മുതുകിലിന്റെയും നട്ടെല്ലിന്റെയും ഇടയിൽ നിന്ന് വരുന്നത്. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്നു, ഇന്നഹു അലാ റജഇഹി ലഖാദിർ, തീർച്ചയായിട്ടും അല്ലാഹു അങ്ങനെയുള്ള മനുഷ്യനെ മടക്കി കിടക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെ പടക്കാൻ അല്ലാഹ്ക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല, പിന്നെ രണ്ടാമത് പടക്കാൻ അല്ലാഹ്ക്ക് എന്ത് ബുദ്ധിമുട്ടാ? ചില ആളുകൾ പറഞ്ഞു നമ്മളിങ്ങനെ മനുഷ്യൻ മണ്ണോട് ചേർന്നതിന് ശേഷം വീണ്ടും നമ്മൾ പുനർജന്മം, അതൊരിക്കലും ഉണ്ടാവില്ല. അല്ലാഹു പറഞ്ഞത് അവന്റെ വരലിന്റെ തെല്ലുകളെ വരെ ശരിപ്പെടുത്തിയ രൂപത്തിൽ മടക്കി പടക്കാൻ അല്ലാഹു കഴിയും. അപ്പൊ നാളെ പരലോകത്ത് നമ്മൾ വരുന്ന സമയത്ത് സഹോദര, ഇന്ന് നമ്മുടെ വിരലെങ്ങനെയാണ് അതുപോലെ കാരണം നാളെ വരല. ഇന്നത്തെ നമ്മുടെ വിരലടയാണ് എങ്ങനെയാണ് അതേപോലെ ആയിരിക്കും നാളെ നമ്മുടെ വിരലട. ഇന്നത്തെ വിരലടയാണോ അന്നും എടുത്തു നോക്കാം, രണ്ടും ഒന്നായിരിക്കും, അത് മാറില്ലല്ലോ. ഈ ഫിംഗർ പ്രിന്റ് ഒരു അത്ഭുതമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് കൊണ്ട് പറഞ്ഞു അവന്റെ വിരൽ തെല്ലുകളെ വരെ, വിരൽ കൊടികളെ വരെ ശരിപ്പെടുത്താൻ കഴിവുള്ള രൂപത്തിൽ അല്ലാഹു മടക്കി കിടക്കുന്ന. അപ്പൊ ഈ വിരൽ തെല്ലുകളെ നമ്മൾ ശരിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് എന്തിനാ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? വേറെ എന്തൊക്കെ അവയവങ്ങൾ പറയാം, എന്തിനാ അതങ്ങനെ പറഞ്ഞെന്ന് ചിലപ്പോൾ നമുക്ക് ചോദ്യം വരും. അതിന് സംശയം വരരുത്. ഇതെന്ന് വലിയൊരു അത്ഭുതം. അല്ലാഹു നമുക്ക് മടക്കി കിടക്കാൻ കഴിയും. മാത്രമല്ല നമ്മുടെ ആത്മാക്കൾ പരസ്പരം ഒരിക്കലും മാറുക പോലും ഇല്ല എന്നുള്ള. ഓരോരുത്തരുടെ ആത്മാവും ഓരോരുത്തരുടെ ശരീരത്തിലേക്ക് സന്നിവേശിക്കും. നമ്മൾ പള്ളിക്കാട്ടിൽ നിരന്ന് കിടക്കായിരിക്കും. അപ്പൊ എന്റെ കബറിന്റെ അടുത്തിന്റെ നാട്ടുകാരൻ്റെ ഒരു കബറുണ്ട്. ആരാണ് അല്ലാഹു അലം. അങ്ങനെ ഒന്ന് ആലോചിച്ചു ആ വേദാറാണ്. നമ്മൾ ഈ കൂട്ടത്തിൽ ആദ്യം ആരേക്കാരം മരിക്കുക ഒന്നാലോചിച്ചു. സന്തോഷം നഷ്ടപ്പെടും. ഇങ്ങനൊന്നും നോക്കാനില്ല. ചെന്നിട്ട് പെണ്ണുങ്ങളോടൊന്ന് പറയും, ഭാര്യനോട് സംസാരിച്ചിരിക്കുമ്പോ ഞാൻ ആദ്യം മരിക്കാം, 1 2 3 ഒപ്പം പോയാലുണ്ടാവില്ല എനിക്ക് പറഞ്ഞു. ആലോചന യന്ത്രവുഞ്ഞാലിൽ ആടാനൊന്നും പോകേണ്ടി വരില്ല. വേണ്ടാത്ത തോന്നിയാസം നടക്കുന്ന പാർക്കുകളിലേക്കൊന്നും പോകാൻ സന്തോഷം ഉണ്ടാവില്ല. എത്ര മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോ ഏകദേശം ഒരേ പ്രായക്കാരായ ഒരുപാട് സഹോദരങ്ങളുണ്ട്. കുറെ കാലം അപ്പുറത്ത് ചിന്തിച്ചു നോക്കി, നമുക്ക് വയസ്സായ ഒരവസ്ഥ. ഇങ്ങനെ ഓരോരുത്തർ പിരിഞ്ഞു പോകും. അപ്പൊ നല്ല ടൈമുള്ള കുട്ടികളുടെ ഓല് പറയും മറ്റേ കാക്ക മരിച്ചു. ആ പറയുന്ന കുട്ടികൾക്ക് നല്ല പുഷ്പിക വെട്ടാണ്. അതേ അവസ്ഥയിലായിരുന്നു ഈ കാക്കാരായി നമ്മളന്ന്. ഇപ്പൊ നമ്മൾ പറയും മറ്റേ വയസ്സായാൾ മരിച്ചു, മറ്റേ ആൾ മരിച്ചു, കുറെ കാലമായി സുഖമല്ലാതെ കിടക്കണമെങ്കിൽ നമുക്കത് വിഷയമല്ല. നമ്മളെ പറ്റിങ്ങനെ പറയുന്ന ഒരു സന്ദർഭം ദീർഘായുസ് കിട്ടുകയാണെങ്കിൽ ഇല്ല. ആകസ്മികമായിട്ടുള്ളൊരു പോക്ക്, പ്രതീക്ഷിക്കാതൊരു പോക്ക്. അല്ലാഹു അലം. നമുക്ക് എങ്ങനെയാണെങ്കിലും എപ്പോഴാണെങ്കിലും കുറെ കാലം ജീവിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തതൊരു പ്രശ്നമല്ല. ഇപ്പൊ നമുക്ക് വിവരം കിട്ടണം, ഇപ്പൊ മരിച്ചാൽ സ്വർഗം കിട്ടും, ഉറപ്പായി കിട്ടും. എന്നാ പിന്നെ നമ്മള് പെരപ്പണി കഴിഞ്ഞിട്ടില്ല, പെണ്ണുങ്ങളിപ്പോ എന്താ ഒറ്റക്ക് കാട്ടുക, അന്ന് പിന്നെ ചിന്തിക്കരുത്. പക്ഷെ നമുക്ക് അങ്ങനെ വിവരം കിട്ടില്ലല്ലോ. അങ്ങനെ വിവരം നമുക്ക് കിട്ടുകയാണെങ്കിൽ സഹോദരൻ നമ്മൾ എപ്പോഴും മരിക്കാൻ തയ്യാറാണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴായാലും കുഴപ്പമില്ല, ഈമാൻ കിട്ടിയാൽ മതി. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നോക്കൂ, പള്ളിക്കാട്ടിൽ ഇപ്പൊ എന്റെ അടുത്ത് കിടക്കുന്ന ഒരാളുടെ ആത്മാവ് എന്റെ ശരീരത്തിലേക്ക് വന്നു. രണ്ടാമത്തെ ഊത്തില് എന്റെ ആത്മാവ് അയാളുടെ ശരീരത്തിലേക്കും പോയി. അങ്ങനെ ആകെ മാറി നാളെ പരലോകത്ത് വരുന്നൊരവസ്ഥ ഉണ്ടാവില്ല, ഒരിക്കലും മാറൂല. എന്നാലും ഉസ്താദെ കണ്ടമാനം ആളുകൾ ഉണ്ടാവുമ്പോ മാറാൻ സാധ്യതയില്ല. സാധ്യതയില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിനും ഉംറക്കും പോകുമ്പോ ഓലൊക്കെ വിരലടയാളം എടുക്കണം, കണ്ണും എല്ലാം എടുക്കുന്നുണ്ട്. വലിയ പരിഗണി വെപ്പിച്ചാൽ പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടിന് പോന്ന് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രശ്നം ഉണ്ടാവില്ലേ? കാരണം കമ്പ്യൂട്ടർ മറന്നിരിക്കുന്നു പറയാൻ പറ്റൂല. എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെടും.
ഒരു തരികിട നടക്കൂലല്ലോ. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു അവന് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അപ്പൊ ഇവനെന്ത് ചെയ്തു? നഷ്ടപ്പെട്ട വിവരം മിണ്ടാതെ, ഓ മഹാപൊട്ടന, അല്ലെങ്കിൽ ആ പണി ചെയ്യൂല. നഷ്ടപ്പെട്ട വിവരം മിണ്ടാതെ പുതിയൊരു പാസ്പോർട്ടിന് അപേക്ഷിച്ചു. അങ്ങനെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നിങ്ങൾ നേരത്തെ പാസ്പോർട്ട് എടുത്തിരുന്നോ എന്ന് ചോദിച്ചു. കമ്പ്യൂട്ടറിന് മുന്നിൽ നിൽക്കുന്ന ആളാണ് എന്നോട് ചോദിക്കണ്ടേ. ഇപ്പൊ പറഞ്ഞു എടുത്തിട്ടില്ല. അതിൽ ഇയാളെ കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ചു കൊടുത്തു പറഞ്ഞു. ഇയാൾക്ക് ഇതാരാന്ന് ചോദിച്ചു. എന്റെ പഴയ പാസ്പോർട്ട് അതിൽ കാണുന്നുണ്ട്. അതിന് ബുദ്ധന്ന് വേർക്കാണ്. അപ്പൊ ഓഫീസർ പറഞ്ഞു കൊടുക്കാണ്, ഞാനിപ്പൊന്നും പറ്റൂലടാ, നിങ്ങൾക്ക് നിങ്ങളെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് രണ്ടാമത് എടുക്കാനുള്ള വഴിയുണ്ട്, പക്ഷെ കളവ് പറയാൻ പറ്റൂല. എന്തിനാ നല്ലത്? അപ്പൊ ഞാൻ പറയുന്ന സഹോദരൻ, മനുഷ്യൻ ആവിഷ്കരിച്ച സംവിധാനമാണിത്. ഇതിന്റെ മുന്നിൽ ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയുന്നില്ല, കൃത്യമായിട്ട് വിവരം കിട്ടുക. എന്നാ പിന്നെ എങ്ങനെ നാളെ അള്ളാന്റെ കോട്ടലിനോട് കൈസിലായ ഒരു നിലക്കും തീർക്കുന്ന സഹോദര. അള്ളാഹു പറയുന്നത് ഇന്നഹു അലാ റജുലിഹി ലഖാദിർ, ഇന്നഹു അലാ റജുലിഹി ലഖാദിർ. തീർച്ചയായും അള്ളാഹു മടക്കി പടക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. ഈമാനുള്ള ആളുകളെന്ന് സംശയിക്കാൻ പാടില്ല, ആരും സംശയിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം. അദൃശ്യമായ കാര്യങ്ങളിൽ അത് നമ്മൾ വിശ്വസിക്കണം. ഒരു പുനർജന്മം എന്തായിരുന്നാലും ഉറപ്പാണ്. ഇപ്പൊ നമുക്ക് ഒരു കാര്യം, നമുക്കിങ്ങനെ ഓരോ പ്രകൃതി ദുരന്തങ്ങളും മറ്റുണ്ടാവുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ പുനർജന്മത്തോടനുബന്ധിച്ച് നടക്കാൻ പോകുന്ന സംഗതികളൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ അല്ലെ. ആകാശം പൊട്ടിപ്പിളരലും ഭൂമി തകരലൊക്കെ. ഇപ്പോ നേപ്പാളിൽ നടന്ന ഭൂകമ്പം ഇപ്പോഴും അതിന്റെ അലയൊലി തീർന്നിട്ടില്ല. ലോകത്താകെ ഒരു ഹിന്ദു രാഷ്ട്രമുണ്ട് നേപ്പാൾ. 25% അവിടെ പട്ടിണിയാണ് ആളുകൾ. വളരെ കഷ്ടമാണ് അവരുടെ ജീവിതം. ആദ്യമേ അന്തല, പിന്നെ ഗർഭിണിയും എന്ന് പറയുന്നത് പോലെ ഈ കാര്യങ്ങൾ. എന്താ ഭൂകമ്പത്തിന്റെ തീവ്രത? മുമ്പ് അമേരിക്ക ഹിരോഷിമയിൽ നിക്ഷേപിച്ച അണുബോംബ്, അതിന്റെ തീവ്രത കാരണം 57 സെക്കൻഡ് കൊണ്ട് 100,000-ഓളം ആളുകൾ മരിച്ചു. 57 സെക്കൻഡ് എന്ന ഒരു മിനിറ്റ് വേണ്ടി വന്നില്ല. അങ്ങനെയുള്ള അണുബോംബിന്റെ 20 ഇരട്ടി തീവ്രബന്ധത്തിൽ ഉണ്ടായ ഭൂകമ്പം. അപ്പോൾ നമുക്ക് ചിന്തിച്ചറിയാം എന്റെ ഗൗരവത്രയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് തന്നെ വിനയാകാം. എന്താ ഈ കെട്ടിടത്തിന്റെയൊക്കെ ഇപ്പൊ ഭാരത്രയാണ്? കുലുങ്ങി വീണ് കഴിഞ്ഞാൽ സഹോദര ഉള്ളിൽപ്പെട്ട രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ കരുതി ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല, അങ്ങനെ കരുതരുത്. ഇപ്പൊ ഈ വർഷം മഴ തീരെ ഉണ്ടാവൂല എന്നാ പറഞ്ഞിരുന്നത്. വേനൽ മഴ വർഷക്കാലത്തിന്റെ ലുക്കോറാണ് വരുന്നത്. അപ്പൊ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിവരം കിട്ടുന്നതിന്റെ ഓപ്പോസിറ്റാ സംഭവിക്കുന്നത്. കേരളത്തിൽ കാര്യമായ ഭൂചലനം ഉണ്ടാവൂല എന്ന് ഇവർ പറയുമ്പോൾ നമുക്ക് പേടിയാണ്. കാര്യമായിട്ട് ഉണ്ടാവുമോ? ഇവര് പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കരുതും ഈ മാറ്റമൊന്നും ഉണ്ടാവില്ല. പൊതുവെ നമ്മളെ ധാരണ എന്തറിയോ? നമ്മളിപ്പോ നേരത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂകമ്പം നടന്നു. ഇറാനിൽ വലിയ ഭൂകമ്പം നടന്ന നേരത്തെ 10,000-കണക്കിന് ആൾക്കാർ മരിച്ചു. ലാത്തൂരിൽ നടന്നു, ഇന്ത്യയിലാണ്. തുർക്കിയിൽ വലിയ ഭൂകമ്പം നടന്നു. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂകമ്പം നടന്നിട്ടുണ്ട്. ഇപ്പൊ നേപ്പാളിൽ വന്നു, ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ വന്നു. നമ്മുടെ ധാരണ എന്താ? കൂട്ടിലങ്ങാടി വരില്ല. ഇവിടെ എന്തായാലും നമ്മൾ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ടിവിയിലൂടെ കാണാനും പത്രത്തിലൂടെ വായിക്കാനും അത് ചർച്ച ചെയ്യാനുള്ള അഭിപ്രായം. നമ്മളിപ്പോ ഒരു കട്ടൻ ചായക്ക് ഓർഡർ ചെയ്യും, ഒരു നുറുക്കും, അത് പൊട്ടിച്ചങ്ങനെ ബടായി ഒട്ടിക്കും. അതിന്റെ അടി ചോദിക്കും, അല്ല നേപ്പാളിലെ ഭൂകമ്പം ഇപ്പൊ എന്തായാവല്ലേ? എത്ര ആൾക്കാർ മരിച്ചു? 10,000 ആൾക്കാർ. 10,000 പോരാ, അത്ര വലിയ ഭൂകമ്പമൊന്നുമില്ലത്. 10,000 മരിക്കാൻ എന്ന് ചർച്ച ചെയ്യാൻ സഹോദരൻ ആളുകൾക്ക് എന്റെ ഗൗരവം അറിയില്ല. നേരെ മറിച്ച് നമ്മളവിടെ ഭൂകമ്പം, വലിയ ഭൂകമ്പമൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു ചലനം ഉണ്ടായിട്ട് ചുമരുമൊരു വിള്ളല് വന്ന അപ്ലൈക്കാരൻ കണ്ണുമോറൊക്കെ വാടും. പടത്തിന് സിമെന്റ് ഇട്ടിട്ടുള്ളൂ, പൊട്ടി. ഒരാളനാശം സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഫാനൊന്ന് കൊയിഞ്ഞാടി, ഒരു ഗ്ലാസ് മറിഞ്ഞു ടേബിളിൽ വെച്ച്, അത് മറിഞ്ഞു പൊട്ടി. എന്നാ തന്നെ അന്ന് ടെൻഷനാ. കുടിരിക്കലിന് കിട്ടിയ വലിയ ഗ്ലാസ് അനുഭവം പൊട്ടി. ഇയാളാണ് അവിടെ 10,000 അത്ര വലിയ പ്രശ്നമില്ലാന്ന് കരുതരുത്. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കണം, വല്ലാക്കി ഏത് സ്ഥലത്തേക്കും ദൂരെ ഒരുപോലെ. മക്കത്തുനിന്ന് ദൂരന്ന കൂടുതൽ ഉത്തരം കിട്ടുന്നത് അള്ളാഹു അവിടെ അങ്ങനെ ചുറ്റി പറ്റി നിൽക്കായതുകൊണ്ടല്ല, ഏത് സ്ഥലം കണക്കാം. പടച്ചോൻ നമുക്ക് ഈ വിഷയത്തിലൊക്കെ വലിയ അനുഗ്രഹമാണ് സഹോദര ചെയ്തത്.
പക്ഷെ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യണം നമ്മൾ. എന്തായിരുന്നാലും സഹോദര, ആകാശത്തിന്റെ തകർച്ച, ഭൂമിയുടെ തകർച്ച എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അള്ളാഹ്ക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊക്കെ ഈ ദുരന്തങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. പടച്ചോൻ വിചാരിച്ച ഒക്കെ കുട്ടിച്ചോറക്കാം. അള്ളാഹു പറയുന്നത് അള്ളാഹു പറയുന്നു എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കപ്പെടുന്ന ദിനമാകുന്നു അത്. അങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഈ മടക്കി പടക്കുന്ന ദിനം എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കുന്ന ദിനമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കപ്പെടും. രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് പല രഹസ്യങ്ങളുണ്ടാവും. പക്ഷെ അള്ളാഹ് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ, വിചാരണ ആ കാര്യം ഉറപ്പാണ്. പ്രധാനമായിട്ടും അതിൽ വരുന്നത് ഒരു ഹദീസിലുണ്ട്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ജനാബത്ത്, കുളി. ഈ 4 കാര്യങ്ങൾ ആദ്യം പ്രധാനമായിട്ടും പരിശോധിക്കുന്നുണ്ട്. നിസ്കാരം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരത്തെ പറ്റി പറഞ്ഞതാണ്. 5 ഭാരത നിസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു ഇളവുമില്ല. സമയബന്ധിതമായി നിർവഹിച്ചേ പറ്റും. ഇനി അതിന്റെ പുറമെ അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ പുറമെ വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ ഒരു സുന്നത്ത് നിസ്കാരത്തെ പറ്റി പറയും. നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലാസ്സിന് വരുന്നതുകൊണ്ട് നമുക്കൊരു നേട്ടം കിട്ടും. ക്ലാസ്സിന് വരുന്നത് കൊണ്ടൊരു പ്രയോജനം വേണം. ഇന്നലത്തെ രാത്രിക്കത്തെ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞു, എല്ലാവരും സുബൈക്ക് ജമാഅത്തിന് പള്ളിയിൽ വന്നിട്ടുണ്ടോ? ക്ലാസ് കൊണ്ട് നേട്ടം കിട്ടാൻ വേറൊരു ജമാഅത്തിനും ഇല്ലെങ്കിലും സുബൈക്കാണ് വന്ന് കിട്ടിയ വലിയ പരിശീലനം കഴിച്ചിലാവും. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സുബൈക്ക് വന്നിട്ട് ബാക്കിയുള്ളൊന്നും പ്രശ്നമില്ലല്ലോ. സുബൈയാണ് വളരെ പ്രധാനം. അതാണ് ഇബ്ലീസ് സമ്മതിക്കാതിരിക്കുന്നത്. ഈ രാവിലെ വന്നാൽ ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്നത് എല്ലാ രഹസ്യങ്ങളും വിസ്തരിക്കും. എല്ലാ രഹസ്യങ്ങളും അവിടെ നമുക്ക് അമലുകൾ വേണം, നല്ല അമലുകൾ വേണം. ഒന്ന് നിസ്കാരത്തിന്റെ കാര്യമാണ്. നിസ്കാരത്തിന്റെ കാര്യം അതിൽ നിർബന്ധമുള്ളതിൽ ഇളവുണ്ടാവില്ല. സുന്നത്ത് പരമാവധി ചെയ്ത നേട്ടാണ്. അള്ളാഹു ഖുർആനിൽ ഒരായത്തിൽ ഇങ്ങനെ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം واصبر لحكم ربك فإنك بأعيننا وسبح بحمد ربك حين تقوم ومن الليل فسبحه وإدبار النجوم. ഒത്തൊരു സൂറത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നു, വസ്ബിർ ലിഹുക്മി റബ്ബിക്, റബ്ബിന്റെ വിധിയിൽ നബിയെ അങ്ങ് ക്ഷമിക്കണം. റബ്ബിന്റെ വിധി വരുന്നത് വരെ അങ്ങ് ക്ഷമിക്കണം. ഫഇന്നക ബിഅയ്യുനിനാ, തീർച്ചയായിട്ടും നബിയെ അങ്ങ് നമ്മുടെ സംരക്ഷണത്തിലാകുന്നു. നബിയോട് അല്ലാഹു പറയണം, നിങ്ങൾ പേടിക്കണ്ട, ശത്രുക്കൾ പലതും പറയും, പലതും ചെയ്യും. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നാം ഏറ്റെടുത്തിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. മുൻപെല്ല് പൊട്ടി, നെറ്റി പൊട്ടി, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നബിയെ കൊല്ലാൻ സാധിക്കോ? ഇല്ല. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, വസബ്ബിഹ് ബിഹംദി റബ്ബിക ഹീന തഖൂം, നബിയെ താങ്കൾ എഴുന്നേൽക്കുന്ന സമയത്ത് റബ്ബിനെ സ്തുതിക്കുകയും അതിനെ അപരിശോധിക്കുകയും ചെയ്തോളൂ. എഴുന്നേൽക്കുന്ന സമയത്ത് റബ്ബിനെ സ്തുതിക്കണം, പരിശുദ്ധിയെ വാഴ്ത്തണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി തങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ ആദ്യം എന്തെയ്യുന്നറിയാം? ആദ്യം ചെല്ലാനുള്ള ചെല്ലും. നമ്മളിപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ എഴുന്നേറ്റ ഉടനെ ആദ്യം എന്താ പറയേണ്ടത്? ഭാര്യനെ തോണ്ടിയിട്ട് ബെഡ് കോഫി. പാശ്ചാത്യരിൽ നിന്ന് വന്നതാണ്. അപ്പൊ അത് വലിയൊരു ദറജാണ് വിചാരം. അവള് വേറെ അടുക്കളയിൽ പോയിട്ട് ആ ഉറക്കപ്പിരാന്തല് ഒരു ബെഡ് കോഫി, ഒരു കോഫി ഒരു ഗ്ലാസ്സിൽ, ഒരു കപ്പില് കൊണ്ടു കൊടുത്തു. ഓൻ അവിടെ ഇരുന്നിട്ട് കണ്ണുമൂർന്ന് കഴുകാതെ അതിനെ കുറിച്ച് കുടിച്ചു. പോനെന്നെ ഒരു അനുഭൂതി. നമ്മൾ എന്തൊക്കെ അയക്കണത്, എന്താകാനാ വിഡ്ഢിത്തരം. ആദ്യം എഴുന്നേറ്റിന്റെ നാടെന്ന് വരേണ്ടത് സമയം അപ്പൊ എത്ര അയ്യാവോ, അതല്ല ആദ്യം വരേണ്ടത്. അതല്ല, ഉറക്ക് എന്ന് പറയുന്നതിന്റെ ജ്യേഷ്ഠനാണ് മരണം. മരണം ഉറക്കും ജ്യേഷ്ഠനഞ്ജനാണ്. അന്നവും അഹുൽ മൗതിയാണ്. അത് ദബീബു അഹു തമ്രിയാണില്ലേ, കാരക്കന്റെ സഹോദരനാണ് മുന്തിരി. ഉലയശന്മാരാണ്. ഇതാണ് മുന്തിരി.
അതുകൊണ്ടാണ് ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ നോമ്പർക്ക് അങ്ങനെ മുന്തിരി നല്ലതെന്ന് അഭിപ്രായമുണ്ട്. വെള്ളത്തിനാണ് ചാൻസ്. ബലപ്പെട്ട അഭിപ്രായം അതാണ്. അവിടെ 5 സ്ഥാനമില്ല എന്നല്ല. ഇവിടെ നമുക്ക് ഉറക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഉറക്കില് മറ്റേ ഉറക്കണ വരാൻ സാധ്യതയുണ്ട് മരണം. അപ്പോ അൽഹംദുലില്ലാഹി അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ. ഉറപ്പാകുന്ന മരണത്തിന്റെ ശേഷം വീണ്ടും എനിക്ക് ജീവൻ നൽകിയ റബ്ബിന് സർവസ്തോത്രങ്ങളും. അവനിലേക്കാണ് മടക്കപ്പെടുക. അപ്പൊ കഴിച്ചിലായി എന്നുള്ളൂ. എന്നാ അവിടെ എത്തും. ഇതാണ് ആദ്യം പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വത്തൂർ സൂറത്തിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ 10 പ്രാവശ്യം പറയും അല്ലാഹു അക്ബർ, 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 10 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 10 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഈ ക്രമമാണ് ആയിഷ ബീവി പറഞ്ഞു കേട്ടോ. സാധാരണ നമ്മൾ ആദ്യം സുബ്ഹാനല്ലാഹ്, പിന്നെ അൽഹംദുലില്ലാഹ്, പിന്നെ അല്ലാഹു അക്ബർ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് 10 പ്രാവശ്യം പിന്നെ നബി തക്ബീർ ചൊല്ലും, പിന്നെ 10 പ്രാവശ്യം റസൂലുള്ളാഹി തസ്ബീഹ് ചൊല്ലും, പിന്നെ 10 പ്രാവശ്യം റസൂലുള്ള തഹ്മീദ് ചൊല്ലും, പിന്നെ 10 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെയാണ് 10 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പിന്നെ 10 ആയത്തോട്. ഇതൊക്കെ രാവിലെ ചെയ്യുന്ന കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന في خلق السماوات والأرض ربنا ما هذا النار. ആലു ഇമ്രാനിലെ 191 മുതൽ 200 വരെയുള്ള 10 ആയത്തുകൾ പിന്നെ ഓതും ചെയ്യുന്ന അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിഷയം എന്താ അറിയോ? അപ്പോ ഇതിപ്പോ രാവിലെ ചെയ്യണ്ട. ഇനിയിപ്പോ നമ്മള് അള്ളാഹു പിന്നെ ഖുർആനിൽ പറയുന്നത് പരലോകത്ത് വിസ്തരിക്കുന്ന കാര്യം പറയാണ്. രാത്രിയിൽ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലണം. ഇശാ നമസ്കാരവും മഗ്രിബ് നമസ്കാരമൊക്കെ ഏർപ്പെട്ടു. പിന്നെ പറയുന്നത് നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സമയം, ആ സമയത്തും നീ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യണം. ഇവിടെ നജ്മു സാഖിബ് ഉണ്ടല്ലോ, തുളച്ചു ചെല്ലുന്ന നക്ഷത്രം. മഹാനായ നബി തങ്ങൾ നമുക്ക് ഓടിത്തന്ന സൂറത്തിന്റെ അവസാനം നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സമയം, ആ സമയത്തും അല്ലാഹുവിനെ സുജൂദ് തസ്ബീഹ് ചെയ്യണം. ഏതാ അതിന്റെ ഉദ്ദേശം? എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശങ്ങൾ പറയും? നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സമയത്ത് തസ്ബീഹ് വേണമെന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം എന്താ? 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ഏതാണ്? തഹജ്ജുദല്ല. ഏതാ? നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഏകദേശം അപ്പൊ ഏത് നിസ്കാരമാണ്? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് കേട്ടോ. സുബഹിന്റെ മുമ്പ് എന്ന് പറയുമ്പോൾ ബാങ്ക് കൊടുക്കേണ്ടതിന് മുമ്പ് എന്നല്ല. ബാങ്ക് കൊടുക്കേണ്ടതിന് മുമ്പ് തഹജ്ജുദാണ്. ബാങ്ക് കൊടുത്തതിന്റെ ശേഷം സുബഹിന്റെ മുമ്പുള്ള നിസ്കാരം, അതാണ് 2 റക്അത്ത് നിസ്കാരം. അത്ര മഹത്തുള്ള സുന്നത്ത് നിസ്കാരം വേറല്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് റകഅത്തുൽ ഫജ്രി ഖൈറുൻ മിനദ് ദുനിയാ വമാ ഫീഹാ. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് അത് ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും ഉത്തമമായതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രയോഗം നോക്കി നിങ്ങൾ. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലും അതിലുള്ള സകല വസ്തുക്കളെക്കാളും ഉത്തമമായതാണ്. അപ്പൊ ഒരാൾക്ക് ദുനിയാവിൽ 300 ഏക്കർ സ്ഥലമുണ്ട്, 2 കോടിന്റെ ബടാ വീടുണ്ട്, 5.5 കോടിന്റെ കാറുണ്ട്, 2000 കോടി ബാങ്ക് ബാലൻസ് ഉണ്ട്. മതിയല്ലേ? മതി. ഇതൊക്കെ കൂടി തുലാസിന്റെ ഒരു തട്ടിലിട്ട് നോക്കൂ. ഇത് തുലാസിന്റെ ഒരു തട്ടിലിട്ട് അവിടെ വേറൊരാളുണ്ട്, അയക്കൊന്നുമില്ല കാര്യമായിട്ട്. അത് 5 സെന്റ് സ്ഥലമാണ്. ഇപ്പൊ അതും വിറ്റുകൊണ്ടു, കാര്യമായിട്ടൊന്നുമില്ല, യാതൊന്നുമില്ല. അയാളെ പേരിൽ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. അയാൾക്ക് ബാങ്ക് ഉള്ള വിവരം തന്നെ അറിയില്ല. ഇത്രക്കും സാധു. പക്ഷെ ആ സാധു സുബഹിയുടെ മുമ്പ് 2 റക്അത്ത് റവാത്തിബ് ആ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാണ്. മട്ടം പോലെ നിസ്കരിച്ചു. മട്ടം പോലെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം.
ആ നിസ്കരിച്ചതിന്റെ മൂല്യം, അതിന്റെ കൂലി തുലാസിന്റെ മറ്റേ തട്ടിലോട്ട്. മറ്റേ ആൾക്ക് മറക്കരുത്, 300 ഏക്കറാണ്, 2000 കോടിയാണ്, 5.5 കോടിന്റെ കാറാണ്, 2 കോടിന്റെ വീടാണ്. ഇതൊക്കെ കൂടി തുലാസിന്റെ ഒരു തട്ടിൽ. 2 റക്അത്ത് മറ്റേ സാധുവിന്റെ നിസ്കാരം ഇപ്പുറത്ത്. കനം കൂടാ ഈ നിസ്കാരത്തിന് മൂല്യം. അല്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ ഉള്ള ഈ വ്യക്തിണ്ടല്ലോ, അയാള് 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കരിച്ച തുലാസിന്റെ അതിന്റെ പ്രതിഫലം അപ്പുറത്ത് വെക്കുമ്പോ കനം കൂടുതൽ. അതാണ്. അപ്പൊ ദുന്യാവൊന്നുമല്ല. 300 ഏക്കർ ആകെയുള്ള ഇവിടെ സ്ഥലം അല്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, എല്ലാം കൂടി എല്ലാവർക്കും കിട്ടൂല. എന്നാൽ എല്ലാം കിട്ടുന്ന സങ്കല്പിക്കുക. എന്നാൽ പോലും അതിനേക്കാളും മൂല്യം 2 റക്അത്ത് സുന്നത്തിന്. അതങ്ങനെ ഒഴുക്കമട്ടിൽ പറഞ്ഞു പോകണ്ടല്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ഫലമായി നാളെ മുതൽ ഒരൊറ്റ സുബഹിന്റെ മുമ്പ് 2 റക്അത്ത്, ആ ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് ഒഴിവാകരുത്. ആദ്യം സുബഹി വേണം, ആദ്യം സുബഹി വേണം. അപ്പോഴാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് ഉണ്ടാവുക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, നിങ്ങളിപ്പോ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരും. അപ്പൊ ഇവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്. മുമ്പുള്ള 2 റക്അത്ത് ഈ ജാതി കൂലിയാണ്, ജമാഅത്ത് നടക്കട്ടെ, നമ്മൾ ആ തൂണിന്റെ അവിടെ സുബഹി നിസ്കരിക്കാൻ നിൽക്കരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജമാഅത്തിൽ പങ്കെടുക്കണം. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷം നിസ്കരിച്ചാൽ മതി. ഈ മുമ്പുള്ള 2 റക്അത്ത് ശേഷം നിസ്കരിക്കാം. നമ്മൾ അപ്പൊ ജമാഅത്തിൽ പങ്കെടുക്കുക, ജമാഅത്ത് കഴിഞ്ഞ ശേഷം നിസ്കരിച്ചാൽ മതി. ഖളാഊല നിയത്ത് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നു, നിയത്ത് വെച്ചാൽ മതി. പക്ഷെ സുബഹിന്റെ സമയം കഴിഞ്ഞാൽ ഖളായി. ഇപ്പൊ സൂര്യൻ ഉദിച്ചല്ലോ അല്ലേ, ഉദിച്ചു, ഉദയം നടന്നു, ഇപ്പൊ ഖളായി. ഇനി ഇന്നിപ്പോ സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് എന്ത് ചെയ്യാ? ഖളാ വീട്ടാ, ഉച്ചക്ക് ഖളാ വീട്ടാ, കുഴപ്പമില്ല. അപ്പൊ ഒരു ദിവസം വല്ലപ്പോഴും നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാ? മറ്റുള്ള സമയത്ത് ഖളാ കിട്ടിയാൽ മതി. എപ്പോഴും ഖളാ ആക്കരുതെന്ന് മാത്രം. എന്നും ഉച്ചക്ക് നിസ്കരിക്കും. ഇതെന്താ ഉച്ചക്കെന്നും? അത് സുബഹിന്റെ മുമ്പ് 2 റക്അത്ത്. 7:15 ഞാൻ ഇസ്ലാഫിനെ കിട്ടില്ല. ആ ഒരവസ്ഥ ഉണ്ടാകരുത്, ആ അവസ്ഥ ഉണ്ടാകരുത്. അതൊരു വളവാക്കരുത്. സമയം നിർണയിക്കപ്പെട്ട ഏത് നിസ്കാരം ഖളാ കിട്ടാം. തഹിയ്യത്ത് ഖളാ കിട്ടാൻ പറ്റില്ല. എന്താ കാരണം? തഹിയ്യത്തിന് ടൈമില്ല. പള്ളിയിൽ എപ്പോഴാണ് വരുന്നത് അപ്പോഴാണ്, അതിന് പ്രത്യേക ടൈമില്ല. സുബഹിയുടെ മുമ്പുള്ളിന് സുബഹിയുടെ മുമ്പ് എന്നുള്ള ടൈമുണ്ട്. തഹജ്ജുദിന് രാത്രി എന്നുള്ള ടൈമുണ്ട്. രാത്രി എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഉറങ്ങിപ്പെട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ പകല് ഖളാ കിട്ടാം. പക്ഷെ എന്നും പകൽ നിസ്കരിക്കാൻ വേണ്ടോ? രാത്രി കയ്യോടെ ഖളാ കിട്ടേ, മസാല അറിയാലോ, പറ്റൂല. അപ്പൊ ഈ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നമുക്ക് ഒഴിവാകരുത്. അത് സുബഹിയുടെ മുമ്പ് നമ്മൾ നിസ്കരിക്കാം. പിന്നെ ഒരു സുന്നത്തും കൂടിയുണ്ട്. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചാൽ ഖിബിലയുടെ ഭാഗത്തേക്ക് വലതു ഭാഗത്തിന്റെ മേൽ ഒരൽപ്പം ചെരിഞ്ഞ് കിടക്കൽ സുന്നത്താണ്. രാവിലെ തന്നെ എന്നിട്ടാ സുബഹി നിസ്കരിക്കണ്ടേ. അത് എന്തിനാണ്? അതിനറിയോ? ആ ഖബർ കിടക്കുന്നത് ഒന്ന് ഓർമ്മ വരാനാണ്. എങ്ങനെ പിന്നെ മനുഷ്യൻ പഴക്കുക? എങ്ങനെ പഴക്കുക? നിങ്ങൾ ആലോചിച്ചു, എങ്ങനെ പഴക്കുക? രാവിലെ തന്നെ വെറൈറ്റിലേറി നമ്മള് ചില ആൾക്കാർ കച്ചറ ഉണ്ടാക്കണാണ്. ഉച്ചയും വിളിയും ബഹളും തിരക്കും. സഹോദര, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് കഴിഞ്ഞിട്ട് അല്പസമയം കേട്ടോ, വല്ലാതെ കൂടരുത്. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് കിടക്കൽ സുന്നത്താ. ഓനെന്ത് ചെയ്തു? ഒരു തലയിന് ഒരു പുതപ്പൊക്കെ കൊണ്ടുവന്ന് വിരിച്ചവിടെ റെഡിയാക്കി വെച്ചു. എന്നിട്ടാണ് കടന്നു. അപ്പൊ പിന്നെ സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഉണർന്നപ്പോ 8:15. എന്തെങ്കിലും സംഭവിച്ചൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ മനസ്സിലായത് ഈ സുന്നത്തെടുത്തതാണ്. ആചാര്യ കടത്തം കിടന്നാവ് ഉറങ്ങിപ്പോയ ഒതു തന്നെ മുറി. അപ്പൊ അങ്ങനെയല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് വേഗത്തിൽ എഴുന്നേൽക്കുക. ഇനി ശ്രദ്ധിക്കൂ, ഈ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് ഇപ്പൊ വത്തൂരി സൂറത്തിന്റെ ലാസ്റ്റ് പറഞ്ഞില്ലേ, രാത്രിയിൽ അല്ലാഹുവെ തസ്ബീഹ് ചെയ്യണം. ഇത് നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സമയത്ത് അത് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബാണ്. ആ റവാത്തിബ് നിസ്കരിക്കുമ്പോൾ ഓരോ റക്അത്തിലും മൊത്തം 3 സൂറത്തുകൾ വീതം വരും. സാധാ നിസ്കാരം പോലല്ല. ശ്രദ്ധിച്ചോളൂ. ഫാത്തിഹ ഓതുക. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ കഴിഞ്ഞിട്ട് അലം നശ്റഹ് സൂറത്ത് ഓതുക. അത് കഴിഞ്ഞിട്ട് കാഫിറുന സൂറത്ത് ഓതുക. മനസ്സിലായില്ലേ? ഫാത്തിഹ എന്തായിരുന്നാലും വേണം, അത് നിർബന്ധം. ബാക്കിയൊക്കെ സുന്നത്തും, സൂറത്തൊക്കെ സുന്നത്തുള്ളൂ. സൂറത്ത് ഓതുക നമസ്കാരത്തിന് കുഴപ്പമില്ല. എന്നാലും ആദ്യം ഫാത്തിഹ ഓതുക. ഫാത്തിഹ നിർബന്ധം.
അത് കഴിഞ്ഞിട്ട് അലൻ നസ്റഹ് സൂറത്ത് ഓതുക, പിന്നെ കാഫിറൂന സൂറത്ത് ഓതുക, ഒന്നാമത്തെ റക്അത്ത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക, അലം തറ സൂറത്ത് ഓതുക, ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക. അപ്പോ ഒന്നാമത്തെ റക്അത്തിൽ അലം നസ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ അലം തറ ഖുൽ ഹുവല്ലാഹു. അപ്പൊ 2 അലം 2 ഖുൽ. മനസ്സിലായില്ലേ? ഇതിൽ അലം നസ്റഹ് ഒന്നാമത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിൽ അലം തറയും ഓതുമ്പോ അത് കാരണം ശാരീരികമായ വേദന അള്ളാഹു ഇല്ലാതാക്കുന്നതാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതായത് പൈൽസിന് വലിയൊരു മരുന്നാണ്. ആകെ കാണാനും നോട്ടീസ് ചികിത്സനെ പറ്റി പറഞ്ഞു ലോഡ് സഹോദര, അത് വലിയൊരു രോഗമാണ്, അത് വലിയ പ്രയാസമുള്ളൊരു രോഗമാണ് പൈൽസ്. അള്ളാന്റെ തിരുവചനം പറഞ്ഞു, ഒന്നാമത്തെ റക്അത്തിൽ അലം നസ്റഹും രണ്ടാമത്തെ റക്അത്തിൽ അലം തറയും സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബിൽ പതിവാക്കിയ ആളുകൾക്ക് അള്ളാഹു അത് കൊടുക്കൂലാണ്. പിന്നെ ആർക്കെങ്കിലും ആ രോഗം വന്നാൽ അത് കൂലി കിട്ടേണ്ട രോഗമാണ്. അങ്ങനുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ അങ്ങനെയൊക്കെ നിസ്കരിച്ചു, എന്നിട്ട് ആ രോഗം വന്നു, ഓരോന്നും പറയും മൂല്യന്മാര് വെറുതെ വടകം പൊട്ടിച്ചു പോകാം, ഞാൻ ഒരൊറ്റ ദിവസം ഒഴിവാക്കലില്ല, എവിടെ മാറ്റം എന്ന് കരുതരുത്. ഷാഫി ഇമാമി പൈലസ് കാരണം അദ്ദേഹം ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ മരത്തിന്റെ ഒരു കസേരയിലിരുന്ന് പിന്നെ പണ്ഡിതന്മാർക്ക് ദർശ നടത്തുമ്പോ അടിയിൽ പാത്രം വെച്ചിരിക്കായിരുന്നു, ചോരങ്ങനെ ഉറ്റു വീണിട്ട്. ആരാ ഷാഫി ഇമാം? ആരാണവർ? 7ാമത്തെ വയസ്സിലാണ് ഖുർആൻ മുഴുവനും മനപ്പാടാക്കിയത്. ഇന്നത്തെ ഹാഫിദീങ്ങൾ മനപ്പാടാക്കുമ്പോൾ വെറൊരു മനപ്പാടാക്കലല്ല, ഇന്നത്തെ പോലുള്ളത്. ഇന്ന് ആത്മാർത്ഥ വളരെ കമ്മിയാണ്. ഖുർആൻ മനപ്പാടാക്കി എന്നുള്ളതുകൊണ്ട് ഒരാൾ കഴിച്ചിലാവില്ലല്ലോ. അത് ദുനിയാവിന് ഉപയോഗിക്കാനുള്ളതല്ല. ഖുർആൻ 7ാമത്തെ വയസ്സിൽ മനപ്പാടാക്കിയത് മാത്രമല്ല, ലക്ഷക്കണക്കിന് ഹദീസുകൾ അറിവുള്ള മഹാനാണ് ആര്? ഷാഫി. ഒക്കെ അല്ലാഹു രോഗം കൊടുത്തുന്നത്. അപ്പൊ അത് കൂലി കിട്ടും. പരീക്ഷണമാണ്. പരീക്ഷണം 2 അർത്ഥത്തിലുണ്ട്, ശിക്ഷ രൂപത്തിലുണ്ട്, കൂലി കിട്ടുന്ന രൂപത്തിലുണ്ട്. നമ്മൾ ചെയ്യാൻ തന്നെയുണ്ട്. അപ്പൊ നോക്കൂ, അപ്പൊ നമ്മൾ അലൻ നസ്റഹും അലൻ തറയും ഒഴിവാക്കരുത്. ഇനി അതേപോലെ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണം, രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു സൂറത്തും. അതെന്തിനാ? അത് ഈമാൻ ഉറപ്പിക്കാനാണ്. ഈമാൻ ഉറക്കും. അത് അള്ളാന്റെ തൗഹീദും ആരാധന അള്ളാഹ്ക്ക് മാത്രമാണെന്നും പ്രതിജ്ഞയെടുക്കലും സ്ഥാപിക്കലുമാണ് ആ സൂറത്തിൽ വരുന്നത്. രാവിലെ തന്നെ ഇങ്ങനെ ബന്ധപ്പെടുന്ന ഒരാള് പിന്നെ ഏത് നിലക്ക് പഴക്കാനാ? പഴക്കൂല സഹോദര. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ പരലോകത്ത് വിസ്തരിക്കുന്ന സമയത്ത് രഹസ്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗം കൂടിയാണ് ഏത്? ഈ റവാത്തീബ്. അങ്ങനെ മനസ്സിലാക്കണം. നമ്മളൊക്കെ നിസ്കാരത്തിൽ എത്ര വീഴ്ചയുണ്ടാവും. നിസ്കാരത്തിൽ ഇപ്പൊ അള്ളാനെ മാത്രമേ ഓർക്കാൻ പാടുള്ളൂ. അല്ലാഹു അക്ബർ. ഇനി സലാം വീട്ടുന്നവരെ അള്ള മാത്രം ആകണ്ട. അപ്പൊ ചുറ്റുഭാഗത്ത് നടക്കുന്നൊന്നും അറിയില്ല. ഐക്കണം മുഴുകണം. പക്ഷെ നമ്മള് എല്ലാം അറിയില്ല. എന്താ കാരണം? നിസ്കാരം അങ്ങനെ. എന്താ ഒരാളിപ്പോ കമ്പ്യൂട്ടറിൽ ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, അവൻ അതിലിട്ട് മുഴുകിക്കാണ്. അവൻ പിന്നെ സ്വീകരണ റൂമിൽ ഇരുന്നിട്ടാണ് കുട്ടി കമ്പ്യൂട്ടറിൽ കളിക്കുന്നത്. അപ്പോഴാണ് അവന്റെ അമ്മായി ഇരുന്നെന്ന് കോളിംഗ് ബെല്ലടിക്കുന്നത്. പക്ഷെ കുട്ടി നല്ല സൗണ്ട് ഉണ്ട്, പക്ഷെ ഇവനെ കേൾക്കണില്ല. ഓന്റെ ഉമ്മ അടുക്കളയിൽ നിന്ന് വന്ന് വാതില് തുറന്നെടുത്തു. ഉമ്മ ഇപ്പൊ ഇരിക്കുന്നതിന്റെ മുന്നിൽ കൂടി പാസ് ചെയ്ത് ഓ അറിഞ്ഞിട്ടില്ല. വാതിൽ തുറന്ന് അപ്പൊ അമ്മായിയാണ്. അമ്മായിനെ സ്വീകരിച്ചു. അമ്മായി ഇവന്റെ അരികിലൂടെയാണ് അടുക്കളയിലേക്ക് പോകേണ്ടത്. കുഞ്ഞുമാനേജ് കളിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. ഇവ ആയി കേട്ടിട്ടില്ല. അങ്ങനെ ഓ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ആ പരിപാടി നിർത്തിയ അടുക്കളയിൽ ചെന്ന് എപ്പോഴും അമ്മായി വന്ന്. അപ്പൊ അമ്മായി പറയാണ്, ഈ അമ്മായിയുടെ എന്റെ മുന്നിൽ കൂടെ തന്നെയാണ് തോന്നുന്നത്. അപ്പൊ എന്തേ പറയാന്ന് വായിലും മുഴുകി. നടക്കേണ്ട സംഗതിയാ. നമ്മളെ സാന്നിധ്യം ചിലപ്പോ കുട്ടികളറിയില്ല. ഒരു കടിയിലാണ് മുഴുകിയാൽ ഇതേപോലെ സഹോദരായ മനുഷ്യൻ നിസ്കാരത്തിൽ മുഴുകിയാൽ പിന്നെ ചുറ്റുഭാഗത്തുള്ളൊന്നും അറിയില്ല. ഓ അള്ളാഹു ലയിച്ചു കഴിഞ്ഞു. നമ്മളങ്ങനല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മളിപ്പോ കൂട്ടിലും കഴിപ്പോ അങ്ങാടിയിലൊക്കെയാണ് ഈ പള്ളി പ്രത്യേകിച്ചും ഒരു വണ്ടിന്റെ ഹോണ് കേട്ടാൽ അതൊക്കെ എത്ര വില വരുമോ? ചിലപ്പോ അത്രമാത്രമാവില്ല. ആ വണ്ടിന്റെ പുകക്കോയിൽ ഇപ്പൊ എന്ന് പരിശോധിച്ചാണാവോ എന്ന് വരെ നമ്മൾ ഇവിടെ നിസ്കാരത്തിൽ ആലോചിച്ചാൽ അങ്ങനെ കാട് കയറി ചിന്തിക്കാം. എല്ലാം നമ്മളറിയും. അങ്ങനെ തലക്ക് നിസ്കരിക്കാൻ നിൽക്കണം. ഇങ്ങനെ നോക്കും, ഫാന് കറങ്ങേണ്ടത് കറങ്ങാത്തേത് എല്ലാം. ഇനി എന്ന് പെയിന്റ് അടിക്കണം എന്ന് വരെ ചിന്തിക്കും.
ഈ മുഖം ഇങ്ങനെ നോക്കി ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള സംഗതികളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം ബുദ്ധിമുട്ട് തന്നെ. മുസല്ലക്ക് നല്ല ചൊറുക്കുണ്ടാവും. അപ്പൊ നമ്മൾ മുസല്ലിക്ക് നോക്കി അങ്ങനെ ഗവേഷണം ചെയ്യും. ഉണ്ടാകരുത്. കഴവന്റെ ഫോട്ടോ കണ്ടിട്ട് അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ അവിടെ പോയി സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എങ്ങനെയാണെങ്കിലും സഹോദര മനുഷ്യന്മാരാകുമ്പോൾ കുറച്ച് പ്രശ്നം സംഭവിക്കും. അതുകൊണ്ടാ പറയുന്നത് സഹോദര, നിസ്കാരത്തിൽ വരുന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടാനുള്ള വഴിയാണ് റവാത്തിബ് നിസ്കാരം, നിസ്കാരത്തോടനുബന്ധമായ നിസ്കാരം. അപ്പൊ രാവിലെ സുബഹിയോടുകൂടെ നമുക്ക് തുടങ്ങാം. സുബഹിന്റെ ശേഷം സുന്നത്തില്ല, സുബഹിന്റെ ശേഷം സുന്നത്ത് നിസ്കാരമല്ല. എന്നാൽ സുബഹിന്റെ മുമ്പുള്ള നിസ്കാരം അപ്പൊ പറ്റാത്തോണ്ട് ശേഷം നിസ്കരിക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് സഹോദര, നിസ്കാരമാണ്, അതുപോലെ നോമ്പാണ്. നോമ്പ് നമുക്ക് വരാൻ പോകണം. അപ്പം പറയാം റമളാന് നോമ്പ് നാളെ ശരിക്കും പരിശോധിക്കും. നോമ്പിനെ പോലെ വേറെ ഒന്നില്ലല്ലോ. കാരണം നോമ്പുണ്ടോ ഇല്ല എന്നുള്ള അല്ലാഹ്ക്കേ അറിയുള്ളൂ. രഹസ്യങ്ങൾ പരിശോധിക്കുന്ന ദിവസമാണത്. ദുന്യാവിലൊക്കെ എല്ലാവരുടെ അടുത്തും നോമ്പ്, കാരണം ഭാര്യ വരെ അവനിട്ടില്ല നോമ്പ് പോലക്കാത്ത വിവരം അവിടെ പോലെ ആർക്കും അറിയാൻ കഴിയൂല. നോമ്പ് സൽക്കാരത്തിന് വരുമ്പോ നമുക്ക് ഓരോരുത്തരോട് ചോദിക്കാൻ പറ്റുമോ എല്ലാവർക്കും നോമ്പുണ്ടോ? സത്യം പറഞ്ഞ അത് നോമ്പ് സൽക്കാരത്തിന് വിളിക്കുമ്പോ നോക്കാം, മറ്റന്നാളെ വീട്ടിൽ ചെറിയ പരിപാടി ഉണ്ടിച്ച് വരണം, നോമ്പ് സൽക്കാരം ഇത് നോൽക്കലുണ്ടോ നോമ്പ് എന്ന് ചോദിച്ചാല് നോമ്പ് നോൽക്കുന്ന ആളാണെങ്കിൽ എന്താ ആളെ അപമാനിക്കാൻ നോക്കൂലേ? നോൽക്കാത്ത ആളാണെങ്കിൽ പിന്നെ ഞാനോ തിങ്കളാഴ്ച വരെ സുന്നത്തോൽവ് നോൽക്കലുണ്ട് തോന്നും അവന്റെ വർത്തമാനം കേട്ടാൽ. അപ്പൊ കുറെ ആൾക്കാർ അങ്ങനെ കഴിച്ചിലാവും. എത്ര ആൾക്കാർ കുട്ടികൾ പുതിയ ആപ്പളുടെ ഒപ്പം ഒന്നായിട്ട് അടിച്ചു കയറി ഇവന്റെ കുട്ടികളുണ്ടല്ലോ. എന്നാ ഓല പിന്നെ കാട്ടിക്കൂട്ടിൽ ഇങ്ങനെ കാണും. നോമ്പറക്കാൻ നേരത്തെ കാരൊക്കെ കയ്യിൽ പിടിച്ച് ചിലപ്പോ അവിടുത്തെ കാരനോട് കേൾക്കും, ആചാര്യ ഇന്നിപ്പോ എത്രയൊക്കെ വാങ്ങി 6 ആചാര്യൊക്കെ പങ്കെടുക്കും. എന്നിട്ട് ഓൻ പറയണം, ഇപ്പൊ ക്ഷീണം കുറവാല്ലേ, കൊല്ലം റമളാന് ഓനെങ്ങനെ ക്ഷീണം ഉണ്ടാവും? നോമ്പില്ല, ഇളയമ കൂടെയാണ് ക്ഷീണം കുറവാ, കുട്ടികളൊക്കെ ഇപ്പൊ നന്നായിട്ടുണ്ട്. എവിടെ ബാങ്ക് കൊടുത്താൽ ഇവന് കാരൊക്കെ ബിസ്മിയൊക്കെ ചൊല്ലി തിന്നു, എല്ലാരോടും ബാങ്ക് കൊടുത്തു എന്ന് പറയും. ഭയങ്കര ശ്രദ്ധയാണ്, നാടകം, ഇതൊക്കെ നാളെ അവിടെ പോയി. എന്നാൽ ആ സഹോദര, റബ്ബിൽ നിന്ന് കൂലി ആഗ്രഹിച്ചു വന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ നോമ്പ് മാറ്റ ആളുകൾ നാളെ മഹ്ശറയില് അത് വിസ്തരിച്ചു കഴിഞ്ഞു, പരിശോധിച്ചു കഴിഞ്ഞു. അല്ലാഹു നല്ല ഭക്ഷണം അവർക്ക് കൊടുത്തിട്ട് പറയട്ടെ, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്ക് പകരം സന്തോഷപൂർവ്വം നിങ്ങൾ തിന്നുകയും കൊടുക്കുകയും ചെയ്തോളൂ. സന്തോഷപൂർവ്വം നിങ്ങൾ തിന്നുകയും കൊടുക്കുകയും ചെയ്തോളൂ. അത് നോമ്പുകാരോട് പറയുന്നതാണ്. അതിന് നോമ്പാണ്. ദുന്യാവില് വിലക്കുണ്ടായിരുന്നു, റമളാനിൽ പകല് തിന്നാൻ പാടില്ല. സാധനം ഇല്ലാത്തത് കൊണ്ടല്ല, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്. ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകളതാ, നല്ല തണുത്ത ജ്യൂസ് അതാ അടിച്ചു വെച്ചിരിക്കുന്നു. ഭക്ഷണം ഇഷ്ടം പോലുണ്ട്, കയ്യെത്തുന്ന ദൂരത്തുണ്ട്, തിന്നാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാത്തത് അല്ലാഹുവിനെ പേടിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഈ ധൈര്യമായിട്ട് തിന്നോളൂ, ഹനീആ മംഗളമായി കഴിച്ചോളൂ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സക്കാത്തിനെ പറ്റി വിസ്തരിക്കപ്പെടും. ഇന്നിപ്പോ നമ്മളിപ്പോ ഒരാളോട് സക്കാത്ത് കൊടുക്കലില്ലേ? ഞാൻ കൃത്യമായിട്ട് കൊടുക്കലുണ്ട്. അയാൾക്ക് കൃത്യമായിട്ട് എത്ര മുതലുണ്ടെന്ന് നമുക്കറിയില്ല. അദ്ദേഹം വീട്ടിൽ സ്വർണം എത്ര പാത്ത് വെച്ചിരിക്കുന്നു നമുക്കറിയില്ല. ആഭരണമല്ലാതെ എത്ര പാത്ത് വെച്ച് നമുക്കറിയില്ല. ഒരാളെ കയ്യിൽ 11 കോയിൻസ് ഉണ്ട്, 11 പവൻ, 2% കൊടുക്കേണ്ടതാണ്. ഷെണ്ടല്ലോന്ന് കൊടുക്കുന്നുണ്ടല്ലോന്ന് അറിയോ? ഇല്ല സഹോദര, 1 കോടി രൂപ ഒരു കൊല്ലം പാത്ത് വെച്ചോ 2.5 ലക്ഷം നിർബന്ധമായിട്ടും അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കേണ്ടതാ. 1 കോടിക്ക് 2.5 ലക്ഷം കൊടുക്കേണ്ടതാണ്. ഓൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഓൻ ഉത്തരവാദിയാവും. നാളെ ചോദിക്കും, പണം കൊണ്ട് കൊടുക്കും. സക്കാത്ത് കൊടുക്കാത്തവന് ഖബറിൽ അല്ലാഹു ഒരു പാമ്പിനെ നൽകും. ആ പാമ്പിന് 2 തലയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാമ്പ് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. ഒരു തല പറയും മനമാലുക്, മറ്റേ തല പറയും അനക്കൻസുക്, ഞാൻ എന്റെ മകനാണടാ, ഞാൻ എന്റെ നിധിയാടാ എന്ന് പറഞ്ഞങ്ങനെ കൊത്തുന്ന. അപ്പൊ സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. ജനാപത്ത് കുളിയുടെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് നിർബന്ധ കുളി നമ്മൾ മുമ്പ് പറഞ്ഞത്. ജനാപത്ത് കുളി വിളിക്കുമ്പോ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1 നിയ്യത്ത്, 2 ശരീരത്തിലാകെ വെള്ളം എത്തുക എന്നുള്ള കാര്യം. നിയ്യത്ത് വെക്കണം. നിയ്യത്ത് വെക്കാതെ കുളിച്ചതുകൊണ്ട് കുളിയാവില്ല. കുളി നല്ല സോപ്പൊക്കെ തേച്ചാൽ കുളിയൊക്കെ ഉഷാറായിക്കും. നിർബന്ധ കുളി വേണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വെക്കണം.
എത്ര ആളുകളാണ് അതൊക്കെ ശ്രദ്ധിക്കുന്നത്? കുളി തുടങ്ങുമ്പോഴാണ് നീയത്തൊക്കെ ഉണ്ട്. അഥവാ നീയത്ത് ആദ്യം മറന്നാൻ കഴിയാ, ഒരു പുതിയ തോർത്ത് കൊണ്ടുവന്ന് ഒക്കെ തോർത്തി ആ വെള്ളമൊക്കെ കളഞ്ഞ് രണ്ടാമത് നീയത്ത് വെച്ച് തുടങ്ങണമെന്ന്, അല്ലെങ്കിൽ വെയിലത്ത് പോയി ഉണങ്ങണമെന്ന് വേണ്ട സഹോദര. ആദ്യം മറന്നാല് അപ്പൊ ആ മറന്ന അവിടുന്നായിട്ട് നീയത്ത് വെച്ചിട്ട് രണ്ടാമത് തരി കൂടി പാരണം. ആദ്യമുള്ള വെള്ളം ഇല്ലാന്ന് കരുതിക്കോളി, രണ്ടാമത് പാരുന്നത് കൊണ്ട് തന്നെ ആകെ നനയുന്ന രൂപത്തിൽ രണ്ടാമത് നീയത്ത് വെച്ചതിന് ശേഷം പാരണം. എന്നാ മതി, പൊട്ടത്തരം കാട്ടേണ്ട ആവശ്യമില്ല. പുറത്ത് ഓടുക, എന്നിട്ട് വെയിലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതെന്ത് കുട്ടി മകൻ ചോദിക്കാം, എന്താ അർത്ഥങ്ങളൊന്ന് അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ, അത് മസാല അറിയാൻ ഞാൻ പ്രശ്നം. അബദ്ധം സംഭവിച്ചു. ഇന്നലെ ക്ലാസ്സിൽ എനിക്ക് ചോദ്യം കിട്ടി, ഞാൻ കുറെ തിരിച്ചു ആ ചോദ്യം കിട്ടി. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, ക്ലോസറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതിലേക്ക് മൂത്രമൊഴിക്കാൻ പറ്റുമോ? ഇന്നലെ എനിക്ക് ഖുർആനിൽ ഒരു പെണ്ണാണ് എഴുതി തന്നിട്ടില്ല, ഒരു പെണ്ണ എഴുതി, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല, ക്ലോസറ്റിൽ എന്തായാലും കുറഞ്ഞൊരു നനവുണ്ടാവുമല്ലോ, അപ്പൊ അതിലേക്ക് മൂത്രമൊഴിക്കല് പറ്റുന്ന ചോദ്യം. ഇതൊക്കെ കേട്ടാ തോന്നിപ്പോവും ബാക്കിയുള്ളൊക്കെ റെഡിയാണോ എന്ന്. സിനിമ എങ്ങനെ കാണുന്നുണ്ടാവും, പച്ചഹാറാണ്. ചെറിയ ചെറിയ കാര്യത്തിൽ വല്ലാതെ പൂണ്ടോലുണ്ടാവുമല്ലോ. ആ കെട്ടി നിൽക്കുന്ന വെള്ളമല്ലല്ലോ ഇവിടെ ഉദ്ദേശം. കെട്ടി നിൽക്കുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കേണ്ടി വരും സാധാരണ, അതിന് മൂത്രമൊഴിക്കരുത്. ക്ലോസറ്റിൽ കെട്ടിക്കുന്ന വെള്ളം ആ അർത്ഥത്തിലല്ലല്ലോ. അപ്പൊ വല്ലാതെ മറന്നു നോക്കുകയാണ്, എങ്ങനെ ജീവിക്കുക. എന്നാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതേ ടോയ്ലറ്റിൽ വെച്ചിട്ടേക്കാരം ബ്രഷ് ചെയ്യാം, അത് ഒഴിവാക്കേണ്ടതാണ്. അത് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് മറവിയെ വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ് കക്കൂസിൽ വെച്ച് ബ്രഷ് ചെയ്യാന്നുള്ളത്. എല്ലാവരും കക്കൂസിൽ വെച്ചിട്ടല്ലേ ബ്രഷ് ചെയ്യരുന്നത്, അവിടെ അല്ലേ അതിനുള്ള സൗകര്യമുള്ളത്, ഒക്കെ അവിടെ കൊണ്ടുവച്ചല്ലേ. യഥാർത്ഥത്തിലെ സഹോദരൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക എന്നല്ലേ ഉള്ളൂ. മറവുണ്ടാക്കേണ്ട, ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാന്മാർ എണ്ണി പറഞ്ഞു. മാഷാ അല്ലാഹ്, അത് നമുക്ക് നഴ്സിനെ പറ്റി പറയുന്ന ഭാഗമുണ്ട്, ആയത്ത് വരുന്നുണ്ട്, ആ ആയത്ത് വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. എന്തായാലും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ജനാബത്ത് കുളിയെ ആ കാര്യം ഇതൊക്കെ നാളെ പരലോകത്ത് ചോദിക്കും. ശുദ്ധിയില്ലാതെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റമുള്ള സംഗതിയാണ്. അപ്പൊ നമ്മൾ അശുദ്ധി ഉണ്ടാകുമ്പോൾ ആ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടണം. അതിന്റെ ഡിമാൻഡുകൾ, അതിന്റെ നിബന്ധനകൾ പാലിക്കണം എന്ന് കരുതി അവിടെ വസ്വാസം ഉണ്ടാകാനും പാടില്ല. അവിടെ നനഞ്ഞാവോ മറ്റൊടത്ത് നനഞ്ഞാവോ പിന്നെയും അപ്പൊ പോരാൻ കൂടുതലവർക്ക്. അങ്ങനെ പെരുങ്കുളി വിളിക്കുന്ന ആളുകളുണ്ട്, അതും വേണ്ട. തീരെ ശ്രദ്ധയില്ലാതെ പോകാനും പാടില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും നേരം നോക്കൂ. അപ്പൊ അല്ലാഹു പറയുന്നത് എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കപ്പെടുന്ന ദിനമായിരിക്കുന്നത്. ആ ദിനത്തിൽ അന്നാണ് എല്ലാവരും അടക്കപ്പെടുക, എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കപ്പെടും. സകല രഹസ്യം അവിടെ പൊളിയും, എല്ലാം പൊളിയും. ദുനിയാവിൽ പൊളിയാതെ പോയ ഒരുപാട് വഞ്ചനകളുണ്ടാവും. ആ വഞ്ചനകളൊക്കെ സഹോദരനാണ് പരലോകത്ത് പൊളിയും. അപ്പൊ നമുക്കിങ്ങനെ കാണാൻ അവിടെ നിൽക്കുമ്പോ വഞ്ചന കാട്ടിയവരൊക്കെ ഇത്രയും കുട്ടികൾക്ക് വേണ്ടി പിരിക്കാൻ പോയിട്ട് അതിൽ നിന്ന് കട്ടാള് സമൂഹത്തിന്റെ മുന്നിൽ അവന് വഷളാകാതെ കഴിച്ചിലായി പോയാളാ. പക്ഷെ നാളെ പരലോകത്ത് വരുമ്പോൾ അവന്റെ മലദ്വാരത്തിൽ നിന്നതാ വലിയ ഒരു പതാക, ഒരു കൊടി. വഞ്ചന കാട്ടിയവർക്ക് എങ്ങനെയപ്പത് മലദ്വാരത്തുനിന്നാണ്, എങ്ങനെയപ്പത് വളഞ്ഞു പോയിക്ക് അല്ലാഹു അലം. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോ നമുക്കറിയാം ഓരോരുത്തരുടെ വരവുണ്ടാകില്ല, എത്രമാത്രം വഞ്ചിച്ചു. ചിലർക്ക് വലിയ കൊടിയായിരിക്കും, ചിലർക്ക് ചെറുതായിരിക്കും. വഞ്ചനക്കനുസരിച്ച് ബസ് കയറി പൈസ കൊടുക്കാതെ ചാടി, ഓട്ടോറിക്ഷ വിളിച്ചു ഒരു സ്ഥലത്തേക്ക് അങ്ങനെ പോവുകയാണ്. ഒരു ഹമ്പുണ്ട്, ഹമ്പിന്റെ അടുത്ത് വണ്ടി ഒന്നും സ്ലോ ആക്കിയപ്പോ ഇവൻ ചാടി. ഓട്ടോ ഡ്രൈവറെ കണ്ടിട്ടില്ല, അത് കണ്ടിട്ടില്ല. പിന്നെ ജിന്നൊക്കെ ആക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം, അത് ജിന്നക്കാവ് മാറും. ഇവങ്ങനെ കരുതും 15 റുപ്യക്കാണ് ഓൻ വളവ് പ്രയോഗിച്ചത്. അവന്റെ അങ്ങനെ മനസ്സ് കരുതും, ഞാനൊക്കെ 15 റുപ്യാണ് ഇപ്പൊ ലാഭം കിട്ടിയത്, ഇന്നൊന്നും പിടിക്കാനോ എനിക്ക് കഴിയില്ല. ചിലപ്പോ ഇവിടെ തന്നെ കിട്ടൂട്ടോ. അങ്ങനെ 15 റുപ്യക്ക് ആദായം നോക്കി പോവായിരുന്നു, കൊടുക്കാതെ പോയി. രാത്രിയാണേ പെരീക്ക് പോവാണ്, അതിലാണ് കാലിന്മ എന്തോ ഒരു കോലെന്തോ തട്ടി ഒരു മുറിയായി. പ്രമേഹം കുറച്ച് കൂടുതലാ, പൈസനോടുള്ള പ്രേമം അതിലേറെ ഉള്ള. ഷുഗർ കൂടി, അവസാനം അത് ബുദ്ധിമുട്ടായി.
പിന്നെ അതിന്റെ ആശുപത്രി ചെലവ് 1500 15 റുപ്യക്ക് മറിച്ച 0 കൂട്ടി അവിടെ 1500 ചെലവാക്കി. അപ്പോ ഇനി അതൊന്നും മാത്രമല്ല, ഇപ്പൊ ഓനാകെ ജീവിതത്തിൽ 15 റുപ്യ മിനിമം ചാർജ് പറ്റിച്ച ആളാണ്. നാളെ പരലോകത്ത് വരുമ്പോ അതിനനുസരിച്ച് ചെറിയൊരു കൊടി ഉണ്ടാവാൻ ഓന്റെ അടുത്ത് ആകെ ആ ഒരു 5 ഉള്ളൂ. എന്നാ വരുമ്പോ കാണാൻ മൂട്ടുന്നൊരു കൊടി. ചിലരത് ഭയങ്കര ഏകാരം പെരുഞ്ചാരി കൊടി. അവിടെ പിന്നെ ലൈന് തടയേണ്ട ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രശ്നമല്ലോ, ലൈന് തടയുന്നൊരു പ്രശ്നമില്ലല്ലോ. BSNL ടവർ പോലാണ് പോയിക്കും സഹോദരൻ, അല്ലെങ്കിൽ ബുർജ് ഖലീഫന്റെ മാർക്കാണ് പോയിക്കും, മക്ക ടവറിന്റെ മാർക്ക് ഉയരത്തിലാണ് പോയിക്കും. കോടികൾ മുഖ്യമുണ്ടാവും, കോടികൾ മുഖ്യവർ. നമ്മുടെ കേരളത്തിന്റെ പുറത്തുനിന്ന് സൗദിയിൽ വന്ന ഒരു സഹോദരൻ നമ്മുടെ ഒരു പണ്ഡിത സുഹൃത്തിനോട് വല്ലാതെ കക്കുന്നു ജോലി സ്ഥലത്തുനിന്ന്. അപ്പോ ഇവനോട് പറഞ്ഞത്രേ, നല്ല ഈ മണ്ണിന് വന്നിച്ചിങ്ങനെ ചെയ്യരുത്. അഭിമം പറഞ്ഞ പോലെ ഞാൻ ഈമാനും തക്വയൊക്കെ മുമ്പേ എയർപോർട്ടിൽ വെച്ച് കണ്ടാ പോന്നിട്ടുള്ളത്. ഈ വിസക്ക് എത്ര പൈസ കൊടുത്ത് പോരുമ്പോ ഇവിടെ അതൊന്നും നോക്കാൻ പറ്റില്ല, പൈസ ഉണ്ടാക്കണം. പോകുമ്പോ ഈമാനും തക്വ എടുത്ത് പോവോ? നാട്ടിൽ പോകുമ്പോ എങ്ങനെയുണ്ട് വർത്താനം? സഹോദര, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നാളെ പരലോകത്ത് വരുന്ന സമയത്തോടെ കൊടിയുടെ നീളം കൂടും. ഈ അടുത്തെന്റെ ഒരു സഹോദരൻ പറഞ്ഞു, ഒരു സഹോദരന്റെ രോഗം സന്ദർശിക്കാൻ ചെന്നപ്പോ പറഞ്ഞെന്ത്, ഗൾഫിൽ ഉള്ള കാലത്ത് പിന്നെ വളരെ രോഗിയായിട്ട് കിടക്കുകയാണെന്ന്. അവ ആ രോഗിനെ സന്ദർശിക്കാൻ ചെന്നപ്പോ എന്റെ സുഹൃത്തിനോട് രോഗി വരികയാണ്, രണ്ടാൾ ഗൾഫിലൊപ്പം ജോലി ചെയ്താണ്. എടാ, ഞാൻ എന്റെ അടുത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇജ്ജ് മുതലാളിക്കൊന്ന് വിളിക്കോ പോയി. ഞാൻ കടിയിൽ നിന്ന് ഇറക്ക് പെപ്സി എടുത്ത് കുടിച്ചു. അങ്ങനെ ഒരു തെറ്റിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഒന്ന് പുറത്ത് പഠിക്കണം. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ഇവന് പുറത്തിറങ്ങിയ ഉടനെ അറബിക്ക് വിളിച്ചു. ഇയാളെ ഏൽപ്പിച്ചു. ഇയാൾ വളരെ സീരിയസ് ആയിട്ട് കിടക്കണം. അറബിക്ക് ഭയങ്കര സങ്കടം അത് പറഞ്ഞപ്പോ. ഇയാൾ വളരെ സീരിയസ് ആയിട്ട് കിടക്കാൻ അറബിക്ക് അറിയാം. അറബി ആക്കി ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു, വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞത്ര. കമാപ്പാക്കി ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇയാൾ മരിച്ചു ചെയ്തു. അയാൾ ഭാഗ്യവാനാണ്. കാരണം പൊരുത്തപ്പെടിക്കാനുള്ളൊരു അവസരം കിട്ടിയത് കൊണ്ട് ആ പേരിൽ ഇയാൾക്ക് ഇനി എന്തുണ്ടാവില്ല, കൊടി ഉണ്ടാവില്ല. മറ്റാൾ നാവാൽ വാക്കാൽ പറഞ്ഞില്ല. ഇല്ലെങ്കിൽ സഹോദരൻ, നാളെ പരലോകത്ത് അതൊക്കെ തെളിയും. ഇവിടെ പൊളിയാത്ത കുറെ രഹസ്യങ്ങള് നാളെ പരലോകത്ത് പൊളിയും. ചിലത് പിന്നെ ഇവിടെ തന്നെ ആളുകൾ അതിന്റെ പിന്നാലെ കൂടി പൊളിക്കും. യാത്രയിൽ ഞാനൊരു വീട് കണ്ടു, 2 വീട്. ഒരുപാട് വീട് കാണണ്ടാണ്, യാത്രയിൽ ആരും കാണും. പക്ഷെ സംഘാടകൻ എനിക്ക് 2 വീട് കാണിച്ചു. വലിയൊരു വീടും അതിന്റെ ചെറിയൊരു കുഞ്ഞു വീടും. എന്നോട് പറഞ്ഞു, അത് നോയിക്കോളി ഇഷ്ടമാക്കി പറഞ്ഞുതരാറ്. യാത്രയിൽ വണ്ടിയിൽ പോകുമ്പോ പോകേണ്ട പോക്കല്. അപ്പൊ ഞാൻ ആ വലിയ വീടൊന്നും കണ്ട, അതിന്റെ അടുത്ത് ചെറിയൊരു വീടുണ്ട്. അപ്പൊ പറഞ്ഞു, ആ വലിയ വീട് അവിടുത്തെ ഒരു സഹോദരന് ഗൾഫിൽ നിന്ന് അറബിനെ പറ്റിച്ച് കണ്ട് കോടികൾ നോക്കിയിരുന്ന് ചാടി. അങ്ങനെ ഇവിടെ വന്നിട്ട് ആ വലിയ വീട് എടുത്തു. അറബി എന്ത് ചെയ്തു അറിയോ? വിസ ശരിയാക്കിയിട്ട് നേരെ പോന്നു. വേറെ മലയാളികളുണ്ട്, പല സഹായത്തോടെ നേരെ നാട്ടിൽ വന്നു. കയ്യോടുകൂടെ പിടികൂടി. ആൺകുട്ടിയാ, സൈക്കിളെടുത്ത് കൂടെ അറിയില്ലേ, പിടികൂടിയവനെ. പിടികൂടിയെന്ന് മാത്രമല്ല, ഇതൊക്കെ പിടിച്ചുകൊണ്ടിരുത്തുന്നത് നിയമപരമായിട്ടോ പിടിച്ചു. എന്നിട്ട് അതിന്റെ അടുത്ത് ഓന് ചെറിയൊരു വെറൈറ്റി കൊടുത്തു. ഈ വേറെ ആക്കി വിറ്റിട്ട് അവിടെ ചെറിയൊരു വീട് കയറ്റി കൊടുത്തു. ഇപ്പോ ആ ചെറിയ വീട്ടില് പാർക്കുന്നുണ്ട്. എന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഓനിങ്ങനെ നോക്കാം, വലിയ വീടുമൊക്കെ നോക്കിണ്ടാക്കിയ വീട് പോയി. എത്ര നമ്മൾ അറിയാത്ത എന്തൊക്കെയുണ്ട്. അതിലൊന്നും ബന്ധത്തില്ല, അതിനൊന്നും വളർച്ചയില്ല എന്നുള്ള കാര്യം ആളുകൾ മനസ്സിലാക്കണില്ല. എത്രയോ ആളുകൾ അങ്ങനെ ആ നിലപാട് സ്വീകരിക്കണം. സാൻഡ്വിച്ചിന്റെ ഉള്ളിൽ റിയാല് കൂത്തുന്ന ആൾക്കാരുണ്ട് കച്ചവടത്തിൽ. അറിയാളെ പറ്റി ഇതെവിടെ എന്നോട് പറഞ്ഞ സഹോദരൻ അനുഭവിച്ച ആള് പറഞ്ഞ മീനായില് ഹജ്ജിന്റെ വേളയിൽ നല്ല സ്ഥലത്താ കളി. നിങ്ങൾ ചിന്തിക്കുക. അപ്പോ ഇത് ഭയങ്കര കച്ചവടമാണ്. അപ്പൊ ഈ മുക്കല് നല്ലോണം നടക്കുന്നത് കൊണ്ട് അറബി എന്ത് ചെയ്തറിയോ, 2-3 ആൾക്കാരെ മുക്കല് നോക്കാന് ശമ്പളത്തിൽ ഏൽപ്പിച്ചിരുന്നു. ഓൽക്ക് ശമ്പളം കൊടുത്താലും മുക്കൽ ഒഴിവായി കിട്ടിയ പേരും ലാഭമായതുകൊണ്ടല്ലേ. എന്നിട്ട് 3 ആൾക്കാര് ജോലിക്കാര് പൈസ കക്കോ അത് നോക്കാന് 3 ആൾക്കാർ ഇങ്ങനെ തലങ്ങും വിലങ്ങും നടന്നിട്ടാണ്. മാഷന്മാര് നടക്കുമ്പോ ഉസ്താദ്മാര് നടക്കുമ്പോ കുട്ടികളുടെ ഒരു കോപ്പി അടിച്ചത് എന്ന പോലെ അതിന്റെ അടിയിലാണ് റിയാൽ ചുരുട്ടിയിട്ട് ഒരു സാൻഡ്വിച്ചിന്റെ ഉള്ളിൽ വെക്കുന്നത്. ആ സാൻഡ്വിച്ച് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, അത് കൊടുക്കൂലാർക്കും. ലാസ്റ്റ് പിന്നെ ഒന്നൊക്കെ തിന്നാനെടുക്കുന്ന അങ്ങനെ ഭാവിച്ച് അത് തിന്നാനാണെന്ന് പറഞ്ഞ് അടിച്ച് അങ്ങനെ എടുത്തുണ്ടാക്കി അടിച്ചാണ് അങ്ങനെ പോരും. അതിന്റെ ഉള്ളിൽ എന്തുണ്ട്, റിയാലുണ്ട്. മറ്റനെ കൺവേർട്ട് ചെയ്തത്.
അറബി കരുതും ഇപ്പോ തട്ടിപ്പൊന്നും നടക്കുന്നുണ്ടാവില്ല, മലയാളികളാണ് നമ്മൾക്ക് നടക്കില്ല. ജുമാക്ക് പോയിക്കാണ്ട് ചെരുപ്പാറയിൽ കൊക്കോന്ന് കരുതിയിട്ട് പള്ളിന്റെ മുന്നിൽ നിർത്തിയിട്ട സൈക്കിളിനും ചെരുപ്പിന്റെ വാറിന്റെ ഉള്ളിൽ കൂടി പൂട്ടിട്ട ആൾക്കാരാണ് ആര്? മലയാളി. എന്നിട്ട് അത് കൊടുക്കാണ് ഇവിടെ. നമ്മൾ വലിയ ആളാണ്. നമ്മൾ കൊടുങ്ങല് സിറാത്ത് പാലം കിടക്കുമ്പോൾ മാത്രം ഇവിടുന്നൊക്കെ നമ്മൾ കഴിച്ചിലായി പോകും. മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കാണാൻ പോയ എന്റെ മൂത്താപ്പ പിന്നെ ടോക്കല്ലാതെ ആരും കയറില്ല. മൂത്താപ്പ കുറെ താടിയൊക്കെ ഉണ്ട്. മൂത്താപ്പ പോലീസുകാരനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് നമ്മൾ പോയിക്കൊള്ളിയാണ്. പോലീസുകാരൻ എന്നോട് പറഞ്ഞ പോലീസുകാരൻ വെറുതെ പറഞ്ഞു. ഞാൻ ഇപ്പൊ തമാശ പറഞ്ഞ മൂത്താപ്പ അങ്ങനെ സിറാത്ത് പാലം അവിടെ മാത്രം നോക്കിയാൽ മതി, ഇവിടെ നിന്നൊക്കെ കഴിച്ചിലായി പോകും. നടക്കൂല, അവിടെ അതൊന്നും നടക്കൂല. എല്ലാരും കൊടുക്കും. അപ്പൊ സഹോദര, അല്ലാഹു പറയുന്നത് അന്ന് രഹസ്യങ്ങൾ വിസ്തരിക്കപ്പെടുന്ന, അത് പരിശോധിക്കപ്പെടുന്ന ദിനമാണ്. അല്ലാഹു പറയുന്നു അന്ന് അവനിക്കൊരു ശക്തിയും ഒരു സഹായവും ഉണ്ടാവില്ല. ദുനിയാവിലാണെങ്കിൽ ഏത് പ്രശ്നത്തിലും ഇടപെടാൻ ആളുകളുണ്ടാവും. പണമുണ്ടെങ്കിൽ മുന്നിലേക്ക് വീണാൽ പിടിക്കാന്, ബാക്കിലേക്ക് വീണാൽ ഇരു പാർശ്വങ്ങളിലേക്ക് ചായുമ്പോ താങ്ങാൻ ആളുകൾ ഉണ്ടാവില്ല. പക്ഷെ നാളെ പരലോകത്തതുണ്ടാവില്ല. അബൂജഹൽ മഹാധിക്കാരിയായിരുന്നു, പണം കൊണ്ട് സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു. ഖാറൂൻ മഹാധിക്കാരിയായിരുന്നു, നമ്രൂദ് ധിക്കാരിയായിരുന്നു, വലീദ് ബിൻ മുഗീറ ധിക്കാരിയായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടം പോലെ അനുയായികളുണ്ടായിരുന്നു. എന്തേ കാരണം? അന്ന് ധനം കൊണ്ടും അതുപോലെ സമ്പത്തിന്റെ ആ വണ്ണം കൊണ്ടും. പക്ഷെ അല്ലാഹു പറയുന്നു, നാളെ പരലോകത്ത് ഒരാൾക്കും ഒരു ശക്തിയും ഉണ്ടാകില്ല, സഹായിയും ഉണ്ടാകില്ല. ഇവിടെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. വാപ്പി ജാമ്യത്തിലെടുക്കൂല എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ ഉണ്ടാകും. കുറ്റവാളികൾക്ക് നോക്കൂ, കുറ്റവാളികൾക്ക് അവരെ സഹായിക്കാൻ ആളുകളുണ്ടല്ലോ. കുറ്റവാളികൾക്ക് അവരെ സഹായിക്കാൻ ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾ അവർക്ക് എത്ര ശിക്ഷ കിട്ടിയാലും പിന്നെ ഓല് തലതിരിച്ച് വേണ്ടത്. ഓല് ജ്വല്ലറിഞ്ഞി എങ്ങനെ കുത്തിപ്പൊളിക്കണമെന്ന് ജയിലിൽ നിന്ന് പുതിയ പദ്ധതി ആവിഷ്കരിക്കണം. അതുകൊണ്ട് ഈ അടുത്ത മാസം ജയിലിലൊരു ക്ലാസ്സിന് ക്ഷണിച്ചിട്ടുണ്ട്. ജയിൽ പുള്ളികൾക്കൊരു ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞുവിടാ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ട്, മൊത്തം ജയിൽ പുള്ളികൾക്ക്. അതായത് ഇനി പോലെ ഇറങ്ങിന്റെ ശേഷം ഒരു മാറ്റം വരുത്താനാണ് ഉള്ളത്. അള്ളാഹു വിജയിക്കുന്നതാകട്ടെ. അപൂർവമായി കിട്ടുന്ന ഒരു അവസരമാണ്, വളരെ അപൂർവം. ജയിലല്ലേ, വളരെ ബന്ധവസല്ലേ, എങ്ങനെങ്കിലും നന്നായിക്കോട്ടെ എന്നുള്ളതാണ് ജയിൽ അധികൃതരും അതിന്റെ സൂപ്രണ്ടുമാർക്കൊക്കെ ഉള്ള ആഗ്രഹം. അള്ളാഹു താല വിജയിപ്പിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും നോക്കൂ സഹോദര, ഇന്ന് ഞാൻ പറയുന്നത് എത്ര വലിയ കുറ്റവാളികൾക്കും അവരെ താങ്ങാൻ ആളുകളുണ്ടാവും. എങ്കിൽ നാളെ പരലോകത്തുണ്ടാവില്ല. അള്ളാഹു ഖുർആനിൽ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, അതായത് നാളെ പരലോകത്ത് വെച്ച് ഇവിടെ ദുന്യാവിൽ പണം കൊണ്ട് കളിച്ചവര് അവിടെ പറയത്രേ, എന്റെ മുതൽ എനിക്ക് പ്രയോജനപ്പെട്ടില്ല, എന്റെ സ്വാധീന ശക്തി എല്ലാം ക്ഷയിച്ചു പോയല്ലോ. ഭയങ്കര സ്വാധീനം ദുന്യാവെന്ന് അത് ക്ഷയിച്ചു, എനിക്കൊരുപാട് മുതലുണ്ടായിരുന്നു, എന്താ അതുകൊണ്ട് പ്രയോജനം ഒന്നും ഉണ്ടായില്ലല്ലോ, ഇപ്പൊ എനിക്ക് രക്ഷ കിട്ടണില്ലല്ലോ എന്ന് അവർ വളരെ സങ്കടത്തോടുകൂടെ പറയുമെന്ന് അള്ളാഹു താല ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അള്ളാഹു താല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഈ സൂറത്തിന്റെ 11 മുതൽ സത്യം ചെയ്തുകൊണ്ട് മറ്റൊരു ഭാഗം അള്ളാഹു തുടങ്ങണം. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ടുള്ള വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നടത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഓതിക്കോളെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ
فلينظر الإنسان مما خلق خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالحزن إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا.